ഗുഡ് ഈവനിങ് ഓൾ. നേഴ്സ് സക്സസ് മാജിക് കരിയർ പോയിന്റിന്റെ മറ്റൊരു യൂട്യൂബ് സെക്ഷനിലേക്ക് ഏവരെയും ഹാർദമായിട്ട് സ്വാഗതം ചെയ്യുന്നു. റെയിൽവേ സ്റ്റാഫ് നേഴ്സ് എക്സാം അല്ലെങ്കിൽ നേഴ്സിംഗ് സൂപ്രണ്ടന്റ് എക്സാമിന് ഏറ്റവും അധികം കോമ്പറ്റീഷൻ നടക്കുന്നത് നോൺ നേഴ്സിംഗ് സബ്ജക്ട്സിന്റെ 30 മാർക്കിലാണെന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. സോ അതുകൊണ്ട് തന്നെ ഏറ്റവും കൂടുതൽ വിദ്യാർത്ഥികൾ ടെൻഷൻ അടിക്കുന്നതും ഈ 30 മാർക്കിന്റെ സിലബസിലാണ്. അതിൽ GK കറണ്ട് അഫയേഴ്സ് 10 മാർക്ക്, റീസണിങ് ആപ്റ്റിറ്റ്യൂഡ് 10 മാർക്ക്, ജനറൽ സയൻസ് 10 മാർക്ക്. ഈ ജനറൽ സയൻസ് എന്ന് പറയുന്നത് നമ്മുടെ 6ാം ക്ലാസ് മുതൽ 10ാം ക്ലാസ് വരെയുള്ള CBSE സിലബസ് പ്രകാരം ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി ഈ 3 വിഷയങ്ങളിൽ നിന്നുമാണ് 10 മാർക്കിന്റെ ചോദ്യങ്ങൾ ചോദിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ 10 മാർക്ക് ഈ 3 സബ്ജക്റ്റ് ഡിവൈഡ് ചെയ്യുമ്പോൾ ഫിസിക്സിൽ നിന്ന് 3-4 ചോദ്യങ്ങളും, കെമിസ്ട്രിയിൽ നിന്ന് 3-4 ചോദ്യങ്ങൾ, ബയോളജിയിൽ നിന്ന് 3-4 ചോദ്യങ്ങൾ, അങ്ങനെ മാത്രമേ മാക്സിമം വരാൻ പറ്റുള്ളൂ. സോ 3 അല്ലെങ്കിൽ 4 മാർക്കായിരിക്കും ഓരോ സബ്ജക്റ്റിലും നമുക്ക് മാക്സിമം പ്രതീക്ഷിക്കാവുന്നത്. അപ്പൊ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് റെയിൽവേ സ്റ്റാഫ് നേഴ്സ് അല്ലെങ്കിൽ നേഴ്സിംഗ് സൂപ്രണ്ടിന്റെ എക്സാം എന്ന് മാത്രമല്ല, റെയിൽവേ റിക്രൂട്ട്മെന്റ് ബോർഡ് നടത്തുന്ന ഏതൊരു പാരാമെഡിക്കൽ എക്സാം, അതായത് ലാബ് സൂപ്രണ്ടന്റ് എക്സാം ആകാം, ഫാർമസിസ്റ്റ് എക്സാം, ECG ടെക്നീഷ്യൻ, റേഡിയോഗ്രാഫർ, അതുപോലെ ഡയറ്റീഷ്യൻ, ഡെന്റൽ ഹൈജീൻ, ഹെൽത്ത് ഇൻസ്പെക്ടർ, അതുപോലെ ഗ്രൂപ്പ് ഡി എക്സാം, ഇതുപോലെ ഏതൊരു കോമ്പറ്റേറ്റീവ് എക്സാമിന് റെയിൽവേ റിക്രൂട്ട്മെന്റ് ബോർഡ് നടത്തുന്ന ഏത് കോമ്പറ്റേറ്റീവ് എക്സാമിനും ജനറൽ സയൻസിൽ നിന്ന് മസ്റ്റ് ആയിട്ട് 10 ചോദ്യങ്ങൾ ഉണ്ടാകും. സോ അതുകൊണ്ട് തന്നെ ഇതിലെല്ലാം സിലബസ് അല്ലെങ്കിൽ ചോദ്യങ്ങൾ എന്ന് പറയുന്നത് സെയിം സിലബസിൽ നിന്നാണ് ചോദ്യങ്ങൾ വരുന്നത്. സോ അതുകൊണ്ട് തന്നെ നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ പഠിക്കാൻ പോകുന്നത് റെയിൽവേ സ്റ്റാഫ് നേഴ്സ് എക്സാമിന് അല്ലെങ്കിൽ ഈ റെയിൽവേ റിക്രൂട്ട്മെന്റ് ബോർഡ് നടത്തുന്ന എക്സാമുകളിൽ നിന്ന് വിവിധ കോമ്പറ്റേറ്റീവ് എക്സാമുകളിൽ ഫിസിക്സ് എന്ന സബ്ജക്റ്റിൽ നിന്ന് ചോദിച്ചിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു 50 പ്രീവിയസ് എക്സാം ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഇന്ന് വർക്ക്ഔട്ട് ചെയ്ത് പഠിക്കാൻ പോകുന്നത്. സോ നമുക്കറിയാം, ഫിസിക്സ് എന്ന് പറയുന്നത് 6ാം ക്ലാസ് മുതൽ 10ാം ക്ലാസ് വരെയുള്ള CBSEയുടെ ടെക്സ്റ്റ് അനുസരിച്ചാണ് പ്രിപ്പയർ ചെയ്യേണ്ടത്. പക്ഷേ ഞാൻ നിങ്ങൾക്ക് ഉറപ്പ് തരികയാണ്, നിങ്ങൾ 12 യൂണിറ്റ്, വെറും 12 യൂണിറ്റ് കൃത്യമായിട്ട് സിലബസ് അനുസരിച്ച് തിയറി പാർട്ടും ഇതിന്റെ പ്രാക്ടീസ് ക്വസ്റ്റ്യൻസ് നിങ്ങൾ വർക്ക്ഔട്ട് ചെയ്യുകയാണെങ്കിൽ ഉറപ്പായിട്ടും റെയിൽവേ സ്റ്റാഫ് നേഴ്സ് എക്സാം ആയിക്കോട്ടെ, ഫാർമസിസ്റ്റ് എക്സാം ആയിക്കോട്ടെ, ECG ടെക്നീഷ്യൻ ആയിക്കോട്ടെ, റേഡിയോഗ്രാഫർ എക്സാം ആയിക്കോട്ടെ, ഏതൊരു റെയിൽവേ റിക്രൂട്ട്മെന്റ് ബോർഡ് നടത്തുന്ന എക്സാമിലും നിങ്ങൾക്ക് ഉറപ്പായിട്ടും 3 മുതൽ 4 വരെയുള്ള മാർക്ക് നിങ്ങൾക്ക് 100% ഉറപ്പിക്കാവുന്നതാണ്. സോ ഈ 12 യൂണിറ്റിൽ നിന്ന് തന്നെയാണോ ഈ ചോദ്യങ്ങൾ വരുന്നത് എന്ന് നിങ്ങളെ ഒന്ന് മനസ്സിലാക്കി തരാനാണ് ശരിക്കും പറഞ്ഞാൽ ഈ 50 ചോദ്യങ്ങൾ നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ വർക്ക്ഔട്ട് ചെയ്യാൻ പോകുന്നത്. കാരണം ഈ 12 യൂണിറ്റ് നമ്മൾ വളരെ ഡീറ്റെയിൽ ആയിട്ട് തിയറി നമ്മൾ ക്ലാസ്സിൽ പഠിക്കും. പിന്നെ അതിന്റെ ഈ 12 യൂണിറ്റിൽ നിന്നുള്ള 500ഓളം പ്രീവിയസ് എക്സാം കോമ്പറ്റേറ്റീവ് എക്സാം ക്വസ്റ്റ്യൻസും നമ്മൾ നമ്മുടെ ആപ്പിൽ കൂടെ വർക്ക്ഔട്ട് ചെയ്ത് പഠിക്കും. സോ അതുകൊണ്ട് തന്നെ ഇന്നത്തെ ഈ ക്ലാസ് എന്ന് പറയുന്നത് പ്രധാനപ്പെട്ട ക്വസ്റ്റ്യൻസും അതിന്റെ ആൻസർ മാത്രം, പ്രധാനപ്പെട്ട പോയിന്റുകൾ മാത്രമായിരിക്കും ഞാൻ ഡിസ്കസ് ചെയ്ത് പോകുന്നത്. വളരെ ഡീറ്റെയിൽ ആയിട്ട് തിയറി ഒന്നും പഠിക്കും, കാരണം വളരെ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ ക്ലാസ്സിൽ പഠിക്കുന്നതാണ്. ഓരോ യൂണിറ്റ് വൈസ് ആയിട്ട് തന്നെ നമ്മൾ തിയറിയും ഇതിന്റെ പ്രാക്ടീസ് ക്വസ്റ്റ്യൻസ് നമ്മൾ പഠിക്കും. സോ അതുകൊണ്ട് തന്നെ ഇതിൽ ഇന്നത്തെ ക്ലാസ്സിൽ ഈ വിവിധ കോമ്പറ്റേറ്റീവ് എക്സാം, റെയിൽവേ റിക്രൂട്ട്മെന്റ് ബോർഡ് നടത്തുന്ന വിവിധ കോമ്പറ്റേറ്റീവ് എക്സാമുകൾക്ക് ചോദിച്ചിട്ടുള്ള ഫിസിക്സിൽ നിന്നുള്ള 50 പ്രീവിയസ് എക്സാം ചോദ്യങ്ങളാണ് നമ്മൾ വർക്ക്ഔട്ട് ചെയ്ത് പഠിക്കാൻ പോകുന്നത്. ക്ലാസ്സിലേക്ക് പോവാം. സോ ആദ്യത്തെ ചോദ്യം, ഓബ്ജക്ട്സ് ഇൻ മോഷൻ ഓൺ ഗ്രൗണ്ട് ലെവൽ പൊസസ് ഡാഷ് എനർജി ടേക്കിംഗ് ഗ്രൗണ്ട് ലെവൽ ആസ് സീറോ പൊട്ടൻഷ്യൽ. ഇത് റെയിൽവേ റിക്രൂട്ട്മെന്റ് ബോർഡ് നടത്തി ഫാർമസിസ്റ്റ് 2019 എക്സാം ചോദ്യമാണ്. ഓപ്ഷൻ എ ഫ്രിക്ഷണൽ എനർജി, ഓപ്ഷൻ ബി ഗ്രാവിറ്റേഷണൽ എനർജി, ഓപ്ഷൻ സി പൊട്ടൻഷ്യൽ എനർജി, കൈനറ്റിക് എനർജി. ഇതാണ് ആദ്യത്തെ ചോദ്യം. ദ ഓബ്ജക്ട്സ് ഇൻ മോഷൻ ഓൺ ഗ്രൗണ്ട് ലെവൽ പൊസസ് ഡാഷ് എനർജി. സോ വളരെ ഇമ്പോർട്ടന്റ് എക്സാം ക്വസ്റ്റ്യൻ ആണ്. ഇതിനകത്തുനിന്ന് 3-4 പ്രീവിയസ് എക്സാം ക്വസ്റ്റ്യൻസ് ഇതിനകത്ത് തന്നെ ഉണ്ട്. ഓബ്ജക്ട്സ് ഇൻ മോഷൻ, ഒരു ഓബ്ജക്റ്റിന്റെ മൂവ്മെന്റ് അല്ലെങ്കിൽ മോഷനിലൂടെ അതിന് ഉണ്ടാകുന്ന എനർജിയാണ് നമ്മൾ റിപ്പീറ്റഡ് എക്സാം ക്വസ്റ്റ്യൻ വരുന്നതാണ്, ദാറ്റ് ഈസ് കൈനറ്റിക് എനർജി എന്ന് പറയുന്നത്. ഒരു ഓബ്ജക്റ്റിന്റെ മൂവ്മെന്റ് അല്ലെങ്കിൽ മോഷൻ, അതിലൂടെ കിട്ടുന്ന എനർജിയാണ്, അല്ലെങ്കിൽ അതിലൂടെ അതിന് ലഭിക്കുന്ന എനർജിയാണ് കൈനറ്റിക് എനർജി എന്ന് പറയുന്നത്. സോ ഇവിടുത്തെ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ ഡി ആണ്, ദാറ്റ് ഈസ് കൈനറ്റിക് എനർജി. ഇനി ഇതുപോലെ തന്നെ വളരെ ഇമ്പോർട്ടന്റ് എക്സാം ക്വസ്റ്റ്യൻ ആണ് പൊട്ടൻഷ്യൽ എനർജി. പൊട്ടൻഷ്യൽ എനർജി എന്ന് പറഞ്ഞാൽ ഒരു വസ്തുവിന് അതിന്റെ സ്ഥാനം അല്ലെങ്കിൽ അതിന്റെ പൊസിഷൻ കൊണ്ട് അതിന് ലഭിക്കുന്ന എനർജിയാണ് പൊട്ടൻഷ്യൽ എനർജി എന്ന് പറയുന്നത്. സോ കൈനറ്റിക് എനർജി ആൻഡ് പൊട്ടൻഷ്യൽ എനർജി.
ഇത് രണ്ടും കൂടെ കൂട്ടുമ്പോഴാണ് അതിന് മെക്കാനിക്കൽ എനർജി എന്ന് പറയും. സോ 3 പ്രീവിയസ് എക്സാം ക്വസ്റ്റ്യൻ ഓർത്തോളാം. മൂവ്മെന്റ് അല്ലെങ്കിൽ മോഷനിലൂടെ ലഭിക്കുന്നത് കൈനറ്റിക് എനർജി, ഒരു ഓബ്ജക്റ്റിന്റെ പൊസിഷൻ അല്ലെങ്കിൽ അതിന്റെ സ്ഥാനം കൊണ്ട് അതിന് ലഭിക്കുന്ന എനർജി പൊട്ടൻഷ്യൽ എനർജി, ദെൻ പൊട്ടൻഷ്യൽ എനർജി പ്ലസ് കൈനറ്റിക് എനർജി ഈസ് ഈക്വൽ ടു മെക്കാനിക്കൽ എനർജി. മെക്കാനിക്കൽ എനർജി. സോ ഇതും പ്രീവിയസ് എക്സാം ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. മെക്കാനിക്കൽ എനർജി ക്ലിയർ ആണോ? സോ മെക്കാനിക്കൽ എനർജി ഈസ് ഈക്വൽ ടു കൈനറ്റിക് പൊട്ടൻഷ്യൽ എനർജി പ്ലസ് കൈനറ്റിക് എനർജി. പൊട്ടൻഷ്യൽ യു എന്ന ലെറ്റർ കൊണ്ടാണ് ഡിനോട്ട് ചെയ്യുന്നത്, കൈനറ്റിക് എനർജി ഡിനോട്ട് ചെയ്യുന്നത് കെ എന്ന ലെറ്റർ കൊണ്ടാണ് കേട്ടോ. സോ അപ്പൊ ഇത് ഓർത്തിരിക്കണം. മെക്കാനിക്കൽ എനർജി, പൊട്ടൻഷ്യൽ എനർജി, കൈനറ്റിക് എനർജി. ഇത് വളരെ ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻ. നമ്മൾ ഇനിയും അടുത്ത ക്വസ്റ്റ്യൻ ഡിസ്കസ് മനസ്സിലാവും. ഇതിന്റെയൊക്കെ ഇക്വേഷൻ ഉണ്ട്. പൊട്ടൻഷ്യൽ എനർജി കണ്ടുപിടിക്കുന്നത് എങ്ങനെയാണ്, കൈനറ്റിക് എനർജി കണ്ടുപിടിക്കുന്നത് എങ്ങനെയാണ്, ഫോർമുലയുണ്ട്. അതുപോലെ ഫോർമുല അനുസരിച്ച് തന്നെ അതിൽ ഫോർമുലയില് പ്രോബ്ലംസും പ്രീവിയസ് എക്സാം ക്വസ്റ്റ്യൻ ചോദിക്കാറുണ്ട്. സോ കൈനറ്റിക് എനർജി കണ്ടുപിടിക്കാനുള്ള ഫോർമുല എന്ന് പറയുന്നത് ഹാഫ് എം വി സ്ക്വയർ എന്നാണ്. സോ വളരെ ഇമ്പോർട്ടന്റ് ആണ്. നമ്മൾ ഇത് അടുത്ത ഇന്ന് തന്നെ ഈ ക്ലാസ്സിൽ തന്നെ ഇതിന്റെ ഫോർമുലയും അതിന്റെ ക്വസ്റ്റ്യൻസും ഒക്കെ നമ്മൾ വർക്ക്ഔട്ട് ചെയ്ത് പഠിക്കുക കേട്ടോ. ഹാഫ് എം വി സ്ക്വയർ ആണ് കൈനറ്റിക് എനർജി കണ്ടുപിടിക്കാൻ ഫോർമുല. സോ 5 പ്രീവിയസ് എക്സാം ക്വസ്റ്റ്യനോട് ഇവിടെ ഞാൻ പറഞ്ഞു, ക്ലിയർ ആയിട്ട് നോട്ട് ചെയ്യണം. ഓക്കെ ആണോ? സോ അപ്പൊ ഓബ്ജക്ട്സ് ഇൻ മോഷൻ അല്ലെങ്കിൽ മൂവ്മെന്റിലൂടെ ലഭിക്കുന്ന എനർജി എന്ന് പറയുന്നത് കൈനറ്റിക് എനർജിയാണ്. കിട്ടി? രണ്ടാമത്തെ ചോദ്യം, SI യൂണിറ്റ് ഓഫ് പ്രഷർ ഈസ്. ഇതും റെയിൽവേ റിക്രൂട്ട്മെന്റ് ബോർഡ് ഫാർമസിസ്റ്റ് 2019 എക്സാം ക്വസ്റ്റ്യൻ തന്നെയാണ്. ഹെഡ്സ്, ജൂള്, പാസ്കൽ, ഹെൻറി. SI യൂണിറ്റ് ഓഫ് പ്രഷർ. സോ ഏറ്റവും കൂടുതൽ ഫിസിക്സിൽ ക്വസ്റ്റ്യൻ ചോദിക്കുന്നതാണ് യൂണിറ്റുകൾ. SI യൂണിറ്റ്, CGS യൂണിറ്റ്, MKS യൂണിറ്റ്, 3 യൂണിറ്റ് സിസ്റ്റംസ് നമുക്ക് പഠിക്കണം. അതിൽ ഇന്റർനാഷണൽ സ്റ്റാൻഡേർഡ് യൂണിറ്റുകളാണ് SI യൂണിറ്റുകൾ എന്ന് പറയുന്നത്. അതാണ് ഏറ്റവും കൂടുതൽ ക്വസ്റ്റ്യൻ ചോദിക്കുന്നത്. നിങ്ങൾക്ക് കാണാം ഇന്ന് തന്നെ ഇതിലൊരു 10ഓളം പ്രീവിയസ് ക്വസ്റ്റ്യൻസ് SI യൂണിറ്റുകൾ തന്നെ നമ്മൾ ചോദിച്ചിട്ടുണ്ട് റെയിൽവേ എക്സാമിന്. സോ SI യൂണിറ്റ് ഓഫ് പ്രഷർ എന്താണെന്നാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്. ഇന്റർനാഷണൽ സ്റ്റാൻഡേർഡ് യൂണിറ്റ് ആണ്. സോ നമുക്ക് വളരെ ഡീറ്റെയിൽ നമ്മൾ പഠിക്കും. സോ ഹെഡ്സ്, ജൂള്, പാസ്കൽ, ഹെൻറി. പ്രഷറിന്റെ യൂണിറ്റ് എന്ന് പറയുന്നത് ഒരു ഡൗട്ടും വേണ്ട, ദാറ്റ് ഈസ് പാസ്കൽ ആണ്. പ്രഷറിന്റെ യൂണിറ്റ് എന്ന് പറയുന്നത് പാസ്കൽ ആണ്. ക്ലിയർ ആയിട്ട് നോട്ട് ചെയ്യുക. പ്രീവിയസ് എക്സാം ക്വസ്റ്റ്യൻ ആണ്. ചോദിക്കും ബാക്കി ഹെഡ്സ്, ജൂള്, ഹെൻറി ഇതൊക്കെ എന്തിന്റെ യൂണിറ്റുകളാണെന്നുള്ളതും കൃത്യമായിട്ട് പഠിച്ചു വെക്കണം. റിപ്പീറ്റഡ് എക്സാം ക്വസ്റ്റ്യൻ ആണ്. ഹെഡ്സ് എന്ന് പറയുന്നത് എന്തിന്റെ യൂണിറ്റ് ആണ്? ഹെഡ്സ് എന്ന് പറയുന്നത് ഫ്രീക്വൻസിയുടെ യൂണിറ്റ് ആണ് അല്ലെ. ഫ്രീക്വൻസി. ഹെഡ്സ് എന്ന് പറയുന്നത് ഫ്രീക്വൻസിയുടെ യൂണിറ്റ് ആണ്. ഹെഡ്സ്, HZ എന്ന് പറയും ഹെഡ്സ്. ഇനി ജൂൾ ആണോ? ജൂൾ ആണെങ്കിലോ റിപ്പീറ്റഡ് എക്സാം ക്വസ്റ്റ്യൻ ആണ് ജൂള് അല്ലെ. JO കൂടിയുണ്ട്. ജൂൾ എന്ന് പറയുന്നത് എന്തിന്റെ യൂണിറ്റ് ആണ്? ജൂൾ എന്ന് പറയുന്നത് എനർജി അല്ലെ. എനർജി അല്ലെങ്കിൽ വർക്ക്. എനർജി അല്ലെങ്കിൽ വർക്ക്. ഇത് രണ്ടിന്റെ യൂണിറ്റ് എന്ന് പറയുന്നത് ജൂളാണ്. ജൂളിന്റെ സ്പെല്ലിംഗ് JOULE ആണ്. സ്പെല്ലിംഗ് കറക്ഷൻ ഉണ്ട്. ജൂൾ കിട്ടിയോ? ഇനി ഹെൻറിയോ? ഹെൻറി ഇതെല്ലാം പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ആണ്. ഹെഡ്സ് ഫ്രീക്വൻസിയുടെ യൂണിറ്റ് ആണ്. ജൂൾ എന്ന് പറയുന്ന എനർജി അല്ലെങ്കിൽ വർക്കിന്റെ യൂണിറ്റ് ആണ്. പാസ്കൽ പ്രഷറിന്റെ യൂണിറ്റ് ആണ്. ഹെൻറി എന്ന് പറയുന്നത് എന്തിന്റെ യൂണിറ്റാ? ഹെൻറി എന്ന് പറയുന്നത് ഇൻഡക്റ്റൻസിന്റെ യൂണിറ്റ് ആണ്. ഇൻഡക്റ്റൻസ്. ഇൻഡക്റ്റൻസ് ഇത് ഇമ്പോർട്ടന്റ് ആണ്. ഇൻഡക്റ്റൻസ്, ഇൻഡക്ടർ, മാഗ്നറ്റിക് എനർജി സ്റ്റോർ ചെയ്യുന്നതാണ് അല്ലെ ഇൻഡക്ടർ. സോ ഇൻഡക്റ്റൻസിന്റെ യൂണിറ്റ് ആണ് ഹെൻറി എന്ന് പറയുന്നത്. സോ ഇതും വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഇൻഡക്റ്റൻസ്, കപ്പാസിറ്റൻസ്, കണ്ടക്റ്റൻസ്, റെസിസ്റ്റൻസ്. ഇത്രയും ടെർമിനോളജികൾ വളരെ ഇമ്പോർട്ടന്റ് ആണ്, പഠിച്ചു വെക്കണം. റെസിസ്റ്റൻസ്, കണ്ടക്റ്റൻസ്, ഇൻഡക്റ്റൻസ്, കപ്പാസിറ്റൻസ്. ഇതെല്ലാം പ്രീവിയസ് ക്വസ്റ്റ്യനാണ്. എത്ര ക്വസ്റ്റ്യൻ കിട്ടിയെന്ന് നോക്കിയ 2 ചോദ്യത്തിൽ തന്നെ. ഓക്കെ ആണോ? അപ്പൊ SI യൂണിറ്റ് ഓഫ് പ്രഷർ എന്ന് പറയുന്നത് ഓപ്ഷൻ C ആണ്. ദാറ്റ് ഈസ് പാസ്കൽ ആണ്. പാസ്കൽ കിട്ടി. ഓക്കെ, മൂന്നാമത്തെ ചോദ്യം. A sound of single frequency is called. RRB ഈ എക്സാം 2019 ചോദ്യമാണ്. ടോൺ, നോട്ട്, പിച്ച്, വേവ് ലെങ്ത്. A sound of സിംഗിൾ ഫ്രീക്വൻസി. ശ്രദ്ധിക്കണം, സിംഗിൾ ഫ്രീക്വൻസി എന്നാണ് പറഞ്ഞിരിക്കുന്നത്. സിംഗിൾ ഫ്രീക്വൻസി ആണെങ്കിൽ ആൻസർ എന്ന് പറയുന്നത് ടോൺ ആണ്.
ടോൺ ആണ്. ഓപ്ഷൻ എ ആണ് ആൻസർ, ടോൺ. സിംഗിൾ ഫ്രീക്വൻസി എന്ന് ചോദിച്ചാൽ ടോൺ ആണ് ആൻസർ. ഇനി മൾട്ടിപ്പിൾ ഫ്രീക്വൻസി എന്ന് ചോദിച്ചാലോ, മൾട്ടിപ്പിൾ ഫ്രീക്വൻസീസ് ചേർന്നാലോ അതൊരു നോട്ടായിട്ട് മാറും. എക്സാം ക്വസ്റ്റ്യൻ ഇത് തന്നെ അടുത്ത ക്വസ്റ്റ്യൻ, അടുത്ത മറ്റൊരു എക്സാമിന് കോമ്പറ്റീറ്റീവ് എക്സാം ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്. നോട്ട് എന്ന് പറയുന്നത് മൾട്ടിപ്പിൾ ഫ്രീക്വൻസീസ് ചേർന്നതാണ്. അപ്പൊ ഒരു സിംഗിൾ ഫ്രീക്വൻസിയുടെ, ഒരു സൗണ്ടിന്റെ സിംഗിൾ ഫ്രീക്വൻസി ആണെങ്കിൽ അതിനെ ടോൺ എന്ന് വിളിക്കും. മൾട്ടിപ്പിൾ ഫ്രീക്വൻസീസ് ചേരുമ്പോൾ അതിനെ നോട്ട് എന്ന് വിളിക്കും. സോ ടോണും നോട്ട്. ഇനി പിച്ച് എന്ന് പറഞ്ഞാലോ, പിച്ച് ഹൈ പിച്ച്, ലോ പിച്ച് എന്നൊക്കെ നമ്മൾ പറയാം അല്ലെ. എന്താ പിച്ച് എന്ന് പറയുന്ന പാട്ട് കേൾക്കുമ്പോൾ? പിച്ച് എന്ന് പറയുന്നത് ക്വാളിറ്റി ഓഫ് സൗണ്ട് ആണ് അല്ലെ. ക്വാളിറ്റി ഓഫ് സൗണ്ട് ആണ്. ക്ലിയർ അല്ലേ? യെസ്. വേവ് ലെങ്ത് ഫ്രീക്വൻസി നമ്മൾ അടുത്ത് പഠിക്കും. ഇത്ര ഓർത്താവും. അപ്പൊ ടോൺ എന്ന് പറയുന്നത് സിംഗിൾ ഫ്രീക്വൻസി ആണെങ്കിൽ ടോൺ ആണ്, മൾട്ടിപ്പിൾ ഫ്രീക്വൻസീസ് ആണെങ്കിൽ നോട്ട് ആണ്, ക്വാളിറ്റി ഓഫ് സൗണ്ട് ആണെങ്കിൽ പിച്ച് ആണ്. നിങ്ങൾ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് രണ്ട് കാര്യങ്ങൾ പഠിക്കണം: സൗണ്ട് വേഴ്സും ലൈറ്റ് വേഴ്സ്. എപ്പോഴും ക്വസ്റ്റ്യൻസ് ധാരാളം ഇതിനകത്തും ചോദിക്കും. ലൈറ്റ് ബീം അല്ലെങ്കിൽ ലൈറ്റ് റേസ് അല്ലെങ്കിൽ ലൈറ്റ് വേഴ്സും സൗണ്ട് വേഴ്സും. അത് വളരെ ഡീറ്റെയിൽ ആയിട്ട് തന്നെ പഠിക്കണം, 2 യൂണിറ്റ് ആയിട്ട് തന്നെ പഠിക്കണം. സോ ഇവിടെ സൗണ്ട് ഓഫ് സിംഗിൾ ഫ്രീക്വൻസി എന്ന് പറയുന്നത് ടോൺ ആണ്. ആൻസർ ഓപ്ഷൻ എ ആണ്. നോട്ട് എന്ന് പറയുന്നത് മൾട്ടിപ്പിൾ ഫ്രീക്വൻസീസ് ചേരുന്ന ആരാണ്? ക്വാളിറ്റി ഓഫ് സൗണ്ട് ആണ് പിച്ച് എന്ന് പറയുന്നത്. കിട്ടി 3 ചോദ്യങ്ങൾ അവിടെ നിന്ന് കിട്ടി അല്ലേ? യെസ്. ഇനി 4ാമത്തെ ചോദ്യം, പവർ ഓഫ് കോൺവെക്സ് ലെൻസസ്. കോൺവെക്സ് ലെൻസിന്റെ പവർ, ഇതും വളരെ ഇമ്പോർട്ടന്റ് ആണ്. കോൺവെക്സ് ലെൻസ്, കോൺകേവ് ലെൻസ്, അതിന്റെ ഫോക്കൽ ലെന്ത്, അതിന്റെ പവറിന്റെ യൂണിറ്റ് ചോദിക്കുന്നതാണ്. ക്ലിയർ ആയിട്ട് പഠിക്കണം. സോ ഓപ്ഷൻ എ പോസിറ്റീവ്, ഓപ്ഷൻ ബി നെഗറ്റീവ്, ഓപ്ഷൻ സി 0, ഓപ്ഷൻ ഡി ന്യൂട്രൽ. സോ പവർ ഓഫ് കോൺവെക്സ് ലെൻസ് ആണ് ചോദിക്കുന്നത്. കോൺവെക്സ് ലെൻസ് അല്ലെങ്കിൽ അതിന് മറ്റൊരു പേരുണ്ട് അല്ലെ. കോൺവെക്സ് ലെൻസിന്റെ മറ്റൊരു പേരെന്താ? കൺവേർജൻസ് ലെൻസ് ആണ് അല്ലെ. കൺവേർജന്റ് ലെൻസ് ആണ്. കൺവേർജന്റ് ഷേപ്പ് എങ്ങനെ ഇരിക്കുന്നത്? കോൺവെക്സ് ഇങ്ങനെയാണ് ഇരിക്കുന്നത് അല്ലെ. ലൈറ്റ് റേസ് വന്നിട്ട് അടുത്തേക്കാണ് പോവുക. ശരിയല്ലേ? സോ കൺവേർജന്റ് ലെൻസ് അല്ലെങ്കിൽ കോൺവെക്സ് ലെൻസ് ആണ്. സോ കോൺവെക്സ് ലെൻസിന്റെ പവർ എന്ന് പറയുന്നത് പോസിറ്റീവ് ആയിരിക്കും. കൺവേർജന്റ് ലെൻസ് ആയതുകൊണ്ട് തന്നെ പോസിറ്റീവ് ആയിരിക്കും. സോ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ എ ആണ്, പോസിറ്റീവ് ആണ്. അങ്ങനെയാണെങ്കിൽ ഒരു ലെൻസ് കൂടിയുണ്ട് അല്ലെ, കോൺകേവ് ലെൻസ്. കോൺകേവ് ലെൻസ് അല്ലെങ്കിൽ അതിന് മറ്റൊരു പേരുണ്ട് ഡൈവേർജന്റ് ലെൻസ്. കോൺകേവ് ലെൻസ് അല്ലെങ്കിൽ ഡൈവേർജന്റ് ലെൻസ്. എന്താ ഷേപ്പ്? കേവ് അല്ലെ, ഇങ്ങനെ കുഴിഞ്ഞാണ് ഇരിക്കുന്നത് അടുക്ക്. സോ അതുകൊണ്ട് തന്നെ ഡൈവേർജ് ചെയ്താണ് പോകുന്നത്. വന്ന് ലൈറ്റ് റേസ് വന്നിട്ട് അകന്നാണ് പോകുന്നത് അല്ലെ, അകന്നു പോകും. സോ നേരെ ഓപ്പോസിറ്റ് ആണ് കോൺവെക്സ് ലെൻസിന്റെ കോൺകേവ് എന്ന് പറയുന്നത്. സോ ഇങ്ങനെ കുഴിഞ്ഞാണ് ഇരിക്കുന്നത് രണ്ട് സൈഡ്. കോൺകേവ് അല്ലെങ്കിൽ ഡൈവേർജന്റ് ലെൻസ്. അപ്പൊ കോൺകേവ് ലെൻസ് അല്ലെങ്കിൽ ഡൈവേർജന്റ് ലെൻസിന്റെ പവർ എന്തായിരിക്കും? നേരെ ഓപ്പോസിറ്റ് ആയിരിക്കും, നെഗറ്റീവ് ആയിരിക്കും. സോ അപ്പൊ നെഗറ്റീവ് എന്ന് പറയുന്നത് ഏതിന്റെയാണ്? കോൺകേവ് ലെൻസിന്റെയാണ്. കിട്ടിയോ? അപ്പൊ പോസിറ്റീവ് പവർ എന്ന് പറയുന്നത് കോൺവെക്സ് ലെൻസ് ആണ്, നെഗറ്റീവ് പവർ എന്ന് പറയുന്നത് കോൺകേവ് ലെൻസ് ആണ്. എല്ലാവർക്കും കിട്ടിയോ? 4 ചോദ്യങ്ങൾ നമ്മൾ കംപ്ലീറ്റ് ചെയ്തു. സോ 5ാമത്തെ ചോദ്യം, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഇസ് ദ യൂണിറ്റ് ഓഫ് പവർ? അടുത്ത SI യൂണിറ്റ് വന്ന് യൂണിറ്റ് ഓഫ് പവറിന്റെ യൂണിറ്റ് എന്താണ്? ഹെൻറി. ഇത് RRB ഈ 2019 എക്സാം ആണ്. ഓപ്ഷൻ ഹെൻറി, ഓപ്ഷൻ ഡി ജൂള്, ഓപ്ഷൻ സി ഹെഡ്സ്, ഓപ്ഷൻ ഡി വാട്ട്സ്. എന്താ പവർ എന്ന് പറഞ്ഞാൽ? പവറിന്റെ ഡെഫിനിഷൻ എന്താണ്? എന്താ പവറിന്റെ ഡെഫിനിഷൻ? റേറ്റ് ഓഫ് ഡൂയിങ് വർക്ക് ആണ് അല്ലെ. റേറ്റ് ഓഫ് ഡൂയിങ് വർക്ക് ആണ്. റേറ്റ് ഓഫ് ഡൂയിങ് വർക്ക് അല്ലെങ്കിൽ വർക്ക് ഇൻ യൂണിറ്റ് ടൈം ആണ്. വർക്ക് ഇൻ യൂണിറ്റ് ടൈം ആണ്. വർക്ക് ഇൻ യൂണിറ്റ് ടൈം ആണ് പവർ എന്ന് പറയുന്നത്. ശരിയല്ലേ? സോ റേറ്റ് ഓഫ് ഡൂയിങ് വർക്ക് അല്ലെങ്കിൽ വർക്ക് ഇൻ യൂണിറ്റ് ടൈം. ഇപ്പോ വർക്ക് ഡിവൈഡഡ് ബൈ ടൈം എടുത്തു കഴിഞ്ഞാൽ നമുക്ക് പവർ കിട്ടും അല്ലെ. വർക്ക് ഡിവൈഡഡ് ബൈ ടൈം എടുത്തു കഴിഞ്ഞാൽ നമുക്ക് പവർ കിട്ടും.
നമ്മൾ നേരത്തെ വർക്കിന്റെ യൂണിറ്റ് എന്തെന്നാ പഠിച്ചത്? വർക്കിന്റെ യൂണിറ്റ് ജൂൾ എന്ന് പഠിച്ചു അല്ലെ? ജൂള് ജൂളാണ് വർക്കിന്റെ യൂണിറ്റ് നമ്മൾ പഠിച്ചു. ടൈമിന്റെ യൂണിറ്റോ? ടൈമിന്റെ യൂണിറ്റ് എന്ന് പറയുന്നത് സെക്കൻഡ് ആണ്. ശരിയല്ലേ? വർക്കിന്റെ യൂണിറ്റ് ജൂളാണ്. വർക്ക് അല്ലെങ്കിൽ എനർജിയുടെ ഒക്കെ യൂണിറ്റ് എന്ന് പറയുന്നത് ജൂളാണ്. ദെൻ ടി എന്ന് പറയുന്നത് ടൈം, യൂണിറ്റ് ടൈം. ടൈമിന്റെ യൂണിറ്റ് എന്ന് പറയുന്നത് സെക്കൻഡ് ആണ്. സോ ജൂൾ പെർ സെക്കൻഡ് ആണ് ശരിക്കും പറഞ്ഞാൽ എന്തിന്റെ യൂണിറ്റ് എന്ന് പറയുന്നത്? വാട്ട്. ജൂൾ പെർ സെക്കൻഡ് ആണ് പവറിന്റെ യൂണിറ്റ് എന്ന് പറയുന്നത്. സോ ഇവിടെ ജൂൾ പെർ സെക്കൻഡ് അല്ലെങ്കിൽ വാട്ട് ആണ് പവറിന്റെ യൂണിറ്റ്. സോ രണ്ട് യൂണിറ്റ് ഓർത്ത് വയ്ക്കണം, വാട്ട് അല്ലെങ്കിൽ ജൂൾ പെർ സെക്കൻഡ്. രണ്ട് യൂണിറ്റ് പവറിന് ഓർത്ത് വയ്ക്കണം, ജൂൾ പെർ സെക്കൻഡ് അല്ലെങ്കിൽ വാട്ട്. ക്ലിയർ? ക്ലിയർ ആണോ? ഇനി ഹെൻറി നമ്മൾ നേരത്തെ പഠിച്ചു. ഹെൻറി എന്തിന്റെ യൂണിറ്റാ? ഇൻഡക്ടൻസിന്റെ യൂണിറ്റ് ആണ് അല്ലെ? ഇൻഡക്ടൻസിന്റെ യൂണിറ്റ് ആണ് ഹെൻറി. ജൂൾ എന്ന് പറയുന്നത് നമ്മൾ ഓൾറെഡി പഠിച്ചു, വർക്ക് അല്ലെങ്കിൽ എനർജിയുടെ യൂണിറ്റ് ആണ്. ഹെഡ്സ് എന്ന് പറയുന്നത് ഫ്രീക്വൻസി ആണ്. ഓക്കെ ആണോ? അപ്പൊ യൂണിറ്റ് ഓഫ് പവർ എന്ന് പറയുന്നത് ജൂൾസ് പെർ സെക്കൻഡ് അല്ലെങ്കിൽ വാട്ട് ആണ് പവറിന്റെ യൂണിറ്റ്. ഹെൻറി എന്ന് പറയുന്ന ഇൻഡക്ടൻസിന്റെ യൂണിറ്റ് ആണ്. ജൂൾ എന്ന് പറയുന്ന വർക്ക് അല്ലെങ്കിൽ എനർജിയുടെ യൂണിറ്റ് ആണ്. ഹെഡ്സ് എന്ന് പറയുന്നത് ഫ്രീക്വൻസിയുടെ യൂണിറ്റ് ആണ്. കിട്ടിയ എല്ലാവർക്കും? ഇതെല്ലാം പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ആണ്. അപ്പൊ നമ്മൾ ഇന്ന് 50 ഫിസിക്സിന്റെ പ്രീവിയസ് ക്വസ്റ്റ്യൻസ് പഠിച്ചാലും നമ്മൾ ഇതിനകത്തൊന്ന് 200-ലധികം പ്രീവിയസ് ക്വസ്റ്റ്യൻസ് പഠിച്ചിട്ടേ പോവുള്ളൂ. ഓക്കെ ആണോ? യെസ്. ആറാമത്തെ ചോദ്യം. The property of metals by which they can be beaten into thin sheets is called. ഇത് മാറാതെ ഈ 2019 എക്സാം ആണ്. ഡക്റ്റിലിറ്റി, മാലിയബിലിറ്റി, ദെൻ ലസ്ട്രസ്, സൊണോറസ്. ഇത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഈ ടെർമിനോളജികൾ എല്ലാം മാറി മാറി എക്സാം ക്വസ്റ്റ്യൻ. ഇനി അങ്ങോട്ട് പോകുമ്പോൾ വീണ്ടും എക്സാം ഈ മറ്റു ടെർമിനോളജികൾ എക്സാം ക്വസ്റ്റ്യൻ ആയിട്ട് വരും. The property of metals by which they can be beaten into thin sheet is called. മെറ്റൽസിനെ അടിച്ച് പരത്തി ചെറിയ ഷീറ്റുകളായിട്ട്, തിൻ ഷീറ്റുകളായിട്ട് മാറ്റാൻ പറ്റുന്ന പ്രോപ്പർട്ടി വിളിക്കുന്ന പേര് എന്ത് എന്നാണ് ക്വസ്റ്റ്യൻ. സോ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ ബി, മാലിയബിലിറ്റി ആണ്. മാലിയബിൾ അല്ലെങ്കിൽ മാലിയബിലിറ്റി. മെറ്റൽസിനെ നമുക്ക് അടിച്ചു പരത്തി തിൻ ഷീറ്റുകളായിട്ട് മാറ്റാൻ പറ്റും. ദാറ്റ് ഈസ് മാലിയബിലിറ്റി. ഓക്കെ ആണോ? ഇനി അടുത്ത ഡക്റ്റിലിറ്റി ആണെങ്കിലോ? ഡക്റ്റിലിറ്റി എന്താ? ഡക്റ്റൈൽ എന്ന് പറയുന്നതാണ് ഡക്റ്റിലിറ്റി അല്ലെങ്കിൽ ഡക്റ്റൈൽ. നമുക്ക് സ്ട്രെച്ച് ചെയ്യാൻ പറ്റും, വലിച്ചു നീട്ടാൻ പറ്റും. ആ പ്രോപ്പർട്ടി വിളിക്കുന്ന പേരാണ് ഡക്റ്റിലിറ്റി. സോ ഡക്റ്റിലിറ്റി എന്ന് പറഞ്ഞാൽ എബിലിറ്റി ടു സ്ട്രെച്ച് എന്നാണ്. എബിലിറ്റി ടു സ്ട്രെച്ച്. എബിലിറ്റി ടു സ്ട്രെച്ച്, നമുക്ക് ഇതിനെ വലിച്ചു നീട്ടാൻ പറ്റും. ആ പ്രോപ്പർട്ടി വിളിക്കുന്ന പേരാണ് ഡക്റ്റിലിറ്റി. അപ്പൊ ലസ്ട്രസ് എന്താണ്? ലസ്ട്രസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഷൈനിങ് ഫീച്ചറാണ് അതിന്. ഷൈനിങ്. മെറ്റൽസ് നല്ല തിളക്കം ഉണ്ടാകും. സോ ലൈറ്റ് റൈസ് പതിച്ചു കഴിഞ്ഞാൽ എന്ത് ചെയ്യും? അത് റിഫ്ലക്ട് ചെയ്യും അല്ലെ? റിഫ്ലക്ട് ലൈറ്റ്, നല്ല ഷൈനിങ് ഉണ്ടാകും. സോ മെറ്റൽസിൽ വന്ന് ലൈറ്റ് പതിച്ചു കഴിഞ്ഞാൽ അത് റിഫ്ലക്ട് ചെയ്ത് നല്ല തിളക്കം തോന്നും. അതിനാണ് ലസ്ട്രസ് എന്ന് പറയുന്നത്. ഇനി സൊണോറസ് ആണെങ്കിലോ? സൊണോറസ് എന്ന് പറഞ്ഞാൽ അതിന് സ്ട്രക്ക് ചെയ്യുമ്പോഴേക്കും നല്ല റിംഗിങ് സൗണ്ട് ഉണ്ടാകും. നിങ്ങളൊരു മെറ്റൽ ഇട്ട് അടിച്ചു കഴിഞ്ഞാൽ നല്ല സൗണ്ട് കേൾക്കും. അതിനെയാണ് സൊണോറസ് എന്ന് പറയുന്നത്. റിംഗിങ് സൗണ്ട് വെൻ സ്ട്രക്ക്. ക്ലിയർ ആണോ? അപ്പോ ഒരു മെറ്റലിനെ അടിച്ചു പരത്തി തിൻ ഷീറ്റുകളാക്കാൻ പറ്റുന്ന പ്രോപ്പർട്ടി നമുക്ക് മാലിയബിലിറ്റി എന്ന് വിളിക്കാം. അതിനെ വലിച്ചു നീട്ടാൻ പറ്റും, എബിലിറ്റി ടു സ്ട്രെച്ച്, അതിന് ഡക്ടൈലിറ്റി എന്ന് വിളിക്കാം, അല്ലെങ്കിൽ ഡക്ടൈൽ. ദെൻ ലസ്ട്രസ് എന്ന് പറഞ്ഞാൽ ഷൈനിങ് ക്യാരക്ടർ, നല്ല തിളക്കം ഉണ്ടാകും മെറ്റൽസിന്. അതുകൊണ്ട് തന്നെ ലൈറ്റിനെ റിഫ്ലക്ട് ചെയ്യും. സോ ആ പ്രോപ്പർട്ടി വിളിക്കുന്ന പേരാണ് ലസ്ട്രസ്. സൊണോറസ് എന്ന് പറഞ്ഞാൽ അതിന് സ്ട്രക്ക് ചെയ്യുമ്പോൾ നല്ല റിംഗിങ് സൗണ്ട് ഉണ്ടാകും. കിട്ടിയോ? അപ്പൊ ഇവിടെയും നമ്മൾ 4 ചോദ്യങ്ങൾ പഠിച്ചു. കണ്ടോ? ഓരോ ചോദ്യം പഠിക്കും, എത്ര ചോദ്യങ്ങളാണ് പഠിക്കുന്നത് നോക്കി. യെസ്, ക്ലിയർ ആയിട്ട് മനസ്സിലാവുന്നുണ്ട് എല്ലാവർക്കും?
വളരെ സിമ്പിൾ ആണ്. നമ്മൾ ഹൈസ്കൂൾ സ്റ്റാൻഡേർഡിൽ പഠിച്ച ക്ലാസ്സുകളിൽ പഠിച്ച കാര്യങ്ങൾ തന്നെയാണിത്. യെസ്. ഏഴാമത്തെ ചോദ്യം. വാട്ട് ഈസ് ദ SI യൂണിറ്റ് ഓഫ് വേവ് ലെങ്ത്? ഇതും RRB ഈ 2019 എക്സാം ആണ്. വേവ് ലെങ്ത് വേവ്സിന്റെ വേവ് ലെങ്ത് കണ്ടുപിടിക്കാനുള്ള യൂണിറ്റ് എന്ന് പറയുന്നത് SI യൂണിറ്റ് എന്ന് പറയുന്നത് ഒരു ഡൗട്ടും വേണ്ട, മീറ്റർ ആണ്. വേവ് ലെങ്ത് നമ്മൾ ലാംഡ എന്ന് പറയുന്ന ലെറ്റർ യൂസ് ചെയ്തിട്ടാണ് ഡിനോട്ട് ചെയ്യുന്നത് വേവ് ലെങ്ത്. ക്ലിയർ ആണോ? സോ വേവ് ലെങ്തും ഫ്രീക്വൻസി, നിങ്ങളിത് ലൈറ്റ് റേസും സൗണ്ട് വേവ്സും ഒക്കെ പഠിക്കുന്നത് രണ്ടും ഓർക്കണം. വേവ് ലെങ്ത് ലാംഡയാണ്, അതിന്റെ യൂണിറ്റ് എന്ന് പറയുന്നത് മീറ്റർ ആണ്. ഇനി ഫ്രീക്വൻസി ആണെങ്കിലോ, ഫ്രീക്വൻസിയുടെ യൂണിറ്റ് എന്ന് പറയുന്നത് ഹെഡ്സ് ആണ്. ഫ്രീക്വൻസി ഹെഡ്സ് ആണ്. ഇത് രണ്ടും എപ്പോഴും ഓർത്തുകൊള്ളണം, പ്രീവിയസ് എക്സാം ക്വസ്റ്റ്യൻസ് ആണ്. അപ്പൊ ഇതിന്റെ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ ബി മീറ്റർ ആണ്. ഇനി ബാക്കി നോക്കി, ഹെഡ്സ് എന്ന് പറയുന്നത് എന്തിന്റെയാണ്? ഫ്രീക്വൻസി ആണ് അല്ലെ? ഹെഡ്സ് ഫ്രീക്വൻസി. ഇനി അടുത്ത വളരെ ഇമ്പോർട്ടന്റ് എക്സാം ക്വസ്റ്റ്യൻ, ഡെസിബൽ. ഡെസിബൽ എന്തിന്റെ യൂണിറ്റാ? ഡെസിബല് നമ്മള് കമ്മ്യൂണിറ്റി പഠിക്കുമ്പോൾ നോയിസ് ലെവൽ പഠിക്കും അല്ലെ? നോയിസ് ലെവൽ ഓരോ ഏരിയയിലും നമ്മുടെ ഇയറിന് കേൾക്കാൻ പറ്റുന്ന സൗണ്ട് എത്രയ്ക്ക് മുകളിൽ സൗണ്ട് പോയി കഴിഞ്ഞാൽ അത് ഡെഫ്നെസ് ഉണ്ടാക്കും. അതുപോലെ ഇൻഡസ്ട്രിയൽ ഏരിയാസിലെ സൗണ്ട് ലെവൽ എത്രയാണ് നമ്മൾ പഠിക്കും. ഡെസിബൽ, ഇത്ര ഡെസിബൽ, ഇത്ര യൂണിറ്റ് ഡെസിബൽ എന്നാ പഠിക്കുന്നത് അല്ലെ? ഡെസിബൽ എന്തിന്റെ യൂണിറ്റാ? യെസ്, ഡെസിബൽ എന്ന് പറയുന്നത് സൗണ്ട് ഇന്റൻസിറ്റി. സൗണ്ട് ഇന്റൻസിറ്റി അല്ലെങ്കിൽ നോയിസ് ലെവല് അല്ലെങ്കിൽ ലൗഡിനെസ്. ലൗഡിനെസ് സൗണ്ട് ഇന്റൻസിറ്റിയുടെ യൂണിറ്റ് ആണ്, അല്ലെങ്കിൽ നോയിസ് ലെവല് അല്ലെങ്കിൽ ലൗഡിനെസ്സിനെയൊക്കെ ഒക്കെ യൂസ് ചെയ്യുന്ന, അല്ലെങ്കിൽ അത് ഇൻഡിക്കേറ്റ് ചെയ്യാൻ ഉപയോഗിക്കുന്ന യൂണിറ്റ് ആണ് ഡെസിബൽ. സൗണ്ട് ഇന്റൻസിറ്റി, നോയിസ് ലെവല് അല്ലെങ്കിൽ ലൗഡ്നെസ്, ഇതിന്റെയൊക്കെ SI യൂണിറ്റ് ആണ് ഡെസിബൽ എന്ന് പറയുന്നത്. ഇനി സെക്കൻഡ് എന്ന് പറയുന്നത് എന്തിന്റെ യൂണിറ്റാ? ടൈമിന്റെ യൂണിറ്റ് ആണ്. ടൈമിന്റെ യൂണിറ്റ്. എല്ലാവർക്കും ക്ലിയർ ആണോ? ഓക്കെ. SI യൂണിറ്റ് ഓഫ് വേവ് ലെങ്ത് എന്ന് പറയുന്നത് മീറ്റർ ആണ്. ലാംഡ എന്ന് പറയുന്ന ലെറ്റർ ആണ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. ഹെഡ്സ് എന്ന് പറയുന്ന ഫ്രീക്വൻസിയുടെ യൂണിറ്റ് ആണ്. ഡെസിബൽ എന്ന് പറയുന്ന സൗണ്ട് ഇന്റൻസിറ്റി അല്ലെങ്കിൽ നോയിസ് ലെവൽ അല്ലെങ്കിൽ ലൗഡ്നെസിന്റെ യൂണിറ്റ് ആണ്. സെക്കൻഡ് എന്ന് പറയുന്നത് ടൈമിന്റെ യൂണിറ്റ് ആണ്. ഇവിടെ കിട്ടി 4-5 ചോദ്യങ്ങൾ അല്ലെ? ഇതൊന്നും സ്റ്റാഫ് നേഴ്സ് എക്സാമിന് മാത്രം ചോദ്യം ചോദിച്ചതല്ല അല്ലെ? എല്ലാം റിലേറ്റഡ് ആണ്. യെസ്. എട്ടാമത്തെ ചോദ്യം. The band of colored components of a light beam is called its Dutch. RRB Pharmacist 2019 എക്സാം ക്വസ്റ്റ്യൻ ആണ്. അക്കോമഡേഷൻ, റേഞ്ച്, സ്പെക്ട്രം, ഫോം. The band of colored components of a light beam. ലൈറ്റ് ബീമിന്റെ കളേർഡ് കമ്പോണന്റുകൾ അല്ലെ? ബാൻഡ് ഓഫ് കളേർഡ് കമ്പോണന്റ്, അതിനെല്ലാം കൂടെ ചേർത്ത് നമ്മൾ വിളിക്കും, ഒറ്റ പേരിൽ വിളിക്കും. നമ്മൾ കുഞ്ഞു ക്ലാസ്സുകളിൽ പഠിച്ചിട്ടുണ്ട്, വിസിബിൾ സ്പെക്ട്രം. വിസിബിൾ സ്പെക്ട്രം അല്ലെ? നമ്മുടെ വിസിബിൾ സ്പെക്ട്രം അല്ലെങ്കിൽ നമ്മുടെ ലൈറ്റ് ബീം എന്ന് പറയുന്നത് 7 കളേഴ്സ് ചേർന്നതാണ്. 7 കളേഴ്സ് അല്ലെ? ഏതൊക്കെ 7 കളേഴ്സ്? നമ്മൾ ഈ കുഞ്ഞു ക്ലാസ്സുകളിലെ പഠിച്ചു വെച്ചിട്ടുണ്ട്. വെബ്ജിയോർ. എന്താ വെബ്ജിയോർ അല്ലെ? വേവ് ലെങ്തിന്റെ ഓർഡറിൽ അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ട് ഓരോ കളറും. സോ ഓരോ കളർ നമുക്ക് വിസിബിൾ ആണ്. അതിനെയാണ് നമ്മുടെ വിസിബിൾ ലൈറ്റ് സ്പെക്ട്രം, ലൈറ്റ് ബീം എന്ന് പറയുന്നത് വിസിബിൾ സ്പെക്ട്രം എന്നാ പറയുന്നത്. കാരണം സ്പെക്ട്രം എന്ന് പറഞ്ഞാൽ ഒരു കൂട്ടം കളറുകളാണ് ഓരോ ബാൻഡ് വേവ് ലെങ്ത് വെച്ചിട്ട് അറേഞ്ച് ചെയ്ത് വെച്ചിരിക്കുന്നത്. സോ വിസിബിൾ സ്പെക്ട്രം എന്നാണ് വിളിക്കുന്നത് അല്ലെ? സോ സ്പെക്ട്രം. സോ ഒരു ഡൗട്ടും വേണ്ടി ഇവിടെ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ സി സ്പെക്ട്രം. സ്പെക്ട്രം എന്നാണ് വിളിക്കുന്നത്. അതിൽ 7 കളറുകൾ വെബ്ജിയർ, വയലറ്റ്, ഇൻഡിഗോ, ബ്ലൂ, ഗ്രീൻ, യെല്ലോ, ഓറഞ്ച്, റെഡ്. വെബ്ജിയർ, വയലറ്റ്, ഇൻഡിഗോ, ബ്ലൂ, ഗ്രീൻ, യെല്ലോ, ഓറഞ്ച്, റെഡ്. നമ്മളത് വളരെ ക്ലിയർ ആയിട്ട് പഠിക്കും. വേവ് ലെങ്തിന്റെ ഓർഡർ എങ്ങനെയാണ്, ഫ്രീക്വൻസിയുടെ ഓർഡർ എങ്ങനെയാണെന്നൊക്കെ നമ്മൾ പഠിച്ചു വെക്കും. ഓർഡറിൽ അസെൻഡിങ് ഓർഡർ, ഡിസെൻഡിങ് ഓർഡർ, അതെല്ലാം പ്രീവിയസ് എക്സാം ക്വസ്റ്റ്യൻസും ആണ്. അപ്പൊ ഇവിടുത്തെ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ സി സ്പെക്ട്രം. സോ വിസിബിൾ സ്പെക്ട്രം ഓർത്താൽ മാത്രം മതി. സോ ഞാൻ ആദ്യമേ ക്ലിയർ ആയിട്ട് പറഞ്ഞു, നമ്മുടെ ലൈറ്റ് റേസ് അതുപോലെ സൗണ്ട് വേവ്സ് രണ്ടും ക്ലിയർ ആയിട്ട് പഠിച്ചു വെക്കുന്നത്. 2 യൂണിറ്റും ക്ലിയർ കട്ടായിട്ട് പഠിച്ചോളണം, യൂണിറ്റുകളും ഫോർമുലകളും എല്ലാം. 9ാമത്തെ ചോദ്യം, അടുത്ത് വന്ന് സൗണ്ട് വേവ്സ്.
ലൈറ്റ് വേവ്സ് കഴിഞ്ഞോടെ സൗണ്ട് വേവ്സ് വന്നു. സൗണ്ട് വേവ്സ് കനോട്ട് ട്രാവൽ ഇൻ RRB ഫാർമസിസ്റ്റ് 2019 എക്സാം ക്വസ്റ്റ്യൻ ആണ്. സൗണ്ട് വേവ്സ് കനോട്ട് ട്രാവൽ അല്ലെ, സൗണ്ട് വേവ്സിന് ട്രാവൽ ചെയ്യാൻ കഴിയാത്തത് എവിടെയെന്നാണ് ചോദ്യം. എയർ, വാട്ടർ, വാക്വം, സ്റ്റീൽ. സോ നമുക്ക് ഒരു ഡൗട്ടും വേണ്ട, ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ സി ആണ്, വാക്വം ആണ്. നമുക്കറിയാം സൗണ്ട് വേവ്സിന് ട്രാവൽ ചെയ്യണമെങ്കിൽ എന്ത് വേണം? സൗണ്ട് വേവ്സിന് ട്രാവൽ ചെയ്യണമെങ്കിൽ സൗണ്ട് വേവ്സ് ഇങ്ങനെ ഒഴുകി 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 ഒഴുകിയാണ് സഞ്ചരിക്കുന്നത്. സോ സൗണ്ട് വേവ്സിന് ട്രാവൽ ചെയ്യണമെങ്കിൽ ഒരു മീഡിയം ആവശ്യമാണ്. മീഡിയം, ഒരു മീഡിയം ആവശ്യമാണ്. സോ എയറോ വാട്ടറോ സ്റ്റീലോ എന്തെങ്കിലും ഒരു മീഡിയം അതിന് ആവശ്യമാണ്. സോ സൗണ്ട് വേവ്സ് ട്രാവൽ ചെയ്യണമെങ്കിൽ മീഡിയം ഉണ്ടാകെ തീരൂ. വാക്വം എന്ന് പറഞ്ഞാൽ അവിടെ എയറോ ഒന്നും ഇല്ലാത്ത അവസ്ഥയാണ് അല്ലെ, വാക്വം. അവിടെ എയറേ ഇല്ല. സോ വാക്വത്തില് സൗണ്ട് വേവ്സിന് ട്രാവൽ ചെയ്യാൻ കഴിയത്തില്ല. അതുകൊണ്ടാണ് സ്പേസിൽ അവിടെ മറ്റു ഇതിൽ നടക്കുന്ന സൗണ്ടുകൾ നമുക്ക് കേൾക്കാൻ പറ്റുന്നത്. കാരണം സ്പേസിൽ എന്താണ്, അവിടെ വായു ഇല്ല, അറ്റ്മോസ്ഫിയർ ഇല്ല, അങ്ങനെ അറ്റ്മോസ്ഫിയർ എയർ ഇല്ല. അതുകൊണ്ടാണ് സ്പേസിൽ നിന്നുള്ള സൗണ്ട് ഒന്നും നമുക്ക് ഭൂമിയിൽ കേൾക്കാൻ പറ്റാത്തത്. സോ സൗണ്ട് വേവ്സിന് സഞ്ചരിക്കണമെങ്കിൽ മീഡിയം ആവശ്യമാണ്. സോ വാക്വത്തിൽ അതിന് സഞ്ചരിക്കാൻ കഴിയത്തില്ല. വാക്വം എന്ന് പറഞ്ഞാൽ വായു ഇല്ലാത്ത സാഹചര്യമാണ് അല്ലെ, ശരിയല്ലേ? യെസ്, വാക്വത്തിൽ സൗണ്ട് വേവ്സിന് സഞ്ചരിക്കാൻ കഴിയത്തില്ല. 10ാമത്തെ ചോദ്യം, വാട്ട് ഈസ് ദ SI യൂണിറ്റ് ഓഫ് ഫ്രീക്വൻസി? എന്തുമാത്രം ചോദ്യങ്ങളാണ് വരുന്നത്. SI യൂണിറ്റ് ഓഫ് ഫ്രീക്വൻസി RRB ലാബ് സൂപ്രണ്ടന്റ് 2019 എക്സാം ക്വസ്റ്റ്യൻ ആണ്. SI യൂണിറ്റിന്റെ എത്ര ക്വസ്റ്റ്യനാ റിപ്പീറ്റ് ചെയ്യുന്നത്? ഓരോ എക്സാമിൽ ചോദിക്കുന്നുണ്ട്. ഡയോപ്റ്റർ, ഹെഡ്സ്, ഡെസിബൽ, ആംപിയർ. ഏതാണ് SI യൂണിറ്റ് ഓഫ് ഫ്രീക്വൻസി? നമ്മൾ പല ഇതിൽ ക്വസ്റ്റ്യനിൽ നമ്മൾ ഡിസ്കസ് ചെയ്തതാണ്. സോ ഒരു ഡൗട്ടും വേണ്ട, ഓപ്ഷൻ ബി ആണ് അല്ലെ, ഹെഡ്സ് ആണ്. ഹെഡ്സ്, ഓപ്ഷൻ ബി, ഹെഡ്സ് ആണ് ഫ്രീക്വൻസിയുടെ യൂണിറ്റ്. HZ ആണ് ഹെഡ്സ് എന്ന് പറയുന്നത്. ക്ലിയർ ആണോ? അങ്ങനെയാണെങ്കിൽ ബാക്കിയെല്ലാം എന്തിന്റെ യൂണിറ്റാ? വളരെ 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 ഇമ്പോർട്ടന്റ്. ഞാൻ കോൺകേവ് കോൺവെക്സ് ലെൻസ് ഒക്കെ പറഞ്ഞപ്പോ തന്നെ പറഞ്ഞിരുന്നു, ലെൻസിന്റെ പവർ, പവർ ഓഫ് ലെൻസ് ഇൻഡിക്കേറ്റ് അല്ലെങ്കിൽ പവർ ഓഫ് ലെൻസ്, ലെൻസിന്റെ പവറിന്റെ യൂണിറ്റ് ആണ് ഡയോപ്റ്റർ എന്ന് പറയുന്നത്. ഡി എന്ന ലെറ്റർ ആണ്. ഡയോപ്റ്റർ എന്ന് പറയുന്നത് ലെൻസിന്റെ പവർ സൂചിപ്പിക്കുന്ന യൂണിറ്റ് ആണ്. ലെൻസിന്റെ പവർ സൂചിപ്പിക്കുന്ന യൂണിറ്റ് ആണ് ഡയോപ്റ്റർ. ഇപ്പൊ ഹെഡ്സ് ഫ്രീക്വൻസി. ഇനി ഡെസിബലോ, ഓൾറെഡി നമ്മൾ പറഞ്ഞു, സൗണ്ട് ഇന്റൻസിറ്റി അല്ലെങ്കിൽ ലൗഡ്നെസ് അല്ലെങ്കിൽ നോയ്സ് ലെവൽ അല്ലെ. ഇന്റൻസിറ്റി അല്ലെങ്കിൽ ലൗഡ്നെസ് അല്ലെങ്കിൽ നോയ്സ് ലെവലിന്റെ യൂണിറ്റ് ആണ് ഡെസിബൽ. വളരെ ഇമ്പോർട്ടന്റ് എക്സാം ക്വസ്റ്റ്യൻ. ആംപയർ, റിപ്പീറ്റഡ് എക്സാം ക്വസ്റ്റ്യൻ. ആംപയർ എന്തിന്റെ യൂണിറ്റാ? ആംപയർ, ആംപയർ എന്തിന്റെ യൂണിറ്റാ? ഇലക്ട്രിക് കറണ്ട്. ഇലക്ട്രിക് കറണ്ടിന്റെ യൂണിറ്റ് ആണ് I എന്ന് ലെറ്റർ ഇൻഡിക്കേറ്റ് ആംപയർ. ഇലക്ട്രിക് കറണ്ട് I, ഇലക്ട്രിക് കറണ്ടിന്റെ യൂണിറ്റ് ആണ് ആംപയർ എന്ന് പറയുന്നത്. I എന്ന ലെറ്റർ ആണ് സൂചിപ്പിക്കുന്നത്. ഈ ഇലക്ട്രിക് കറണ്ടുമായിട്ട് ചേർന്ന് വീണ്ടും 2-3 യൂണിറ്റുകൾ കൂടി അറിഞ്ഞിരിക്കണം. റെസിസ്റ്റൻസ് അല്ല, ഇലക്ട്രിക് കറണ്ടുമായിട്ട് റെസിസ്റ്റൻസ്, റെസിസ്റ്റൻസിന്റെ യൂണിറ്റ് എന്താണ്? ഓം ആണ്. റെസിസ്റ്റൻസിന്റെ യൂണിറ്റ് ഓം. ഇലക്ട്രിക് ചാർജോ, E അല്ലെങ്കിൽ Q എന്ന് പറയും. ഇലക്ട്രിക് ചാർജ്, ചാർജിന്റെ യൂണിറ്റ്, ഇലക്ട്രിക് ചാർജിന്റെ യൂണിറ്റ് കൂളോംബ് ആണ് അല്ലെ, കൂളോംബ്. എത്ര ചോദ്യങ്ങളായി നോക്കുക. ബട്ട് SI യൂണിറ്റ് ഓഫ് ഫ്രീക്വൻസി എന്ന് പറയുന്ന ഹെഡ്സ് ആണ്. ഓപ്ഷൻ ബി ആണ് ഇവിടുത്തെ ആൻസർ. ഡയോപ്റ്റർ എന്ന് പറയുന്ന പവർ ഓഫ് ലെൻസിന്റെ യൂണിറ്റ് ആണ്. ഡെസിബിൾ എന്ന് പറയുന്ന സൗണ്ട് ഇന്റൻസിറ്റി ലൗഡ്നെസിന്റെ യൂണിറ്റ് ആണ്. ആംപിയർ എന്ന് പറയുന്ന ഇലക്ട്രിക് കറണ്ട് ഐയുടെ യൂണിറ്റ് ആണ്. റെസിസ്റ്റൻസിന്റെ യൂണിറ്റ് എന്ന് പറയുന്ന ഓം ആണ്. ഇലക്ട്രിക് ചാർജിന്റെ യൂണിറ്റ് കൂളോംബ് ആണ്. എത്ര പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ് നോക്കിയേ. ഈ സെയിം ക്വസ്റ്റ്യനുകളാണ് ഇനി അങ്ങോട്ട് റിപ്പീറ്റ് ചെയ്യും. ഓക്കെ ആണോ? യെസ്. അപ്പൊ 10 ചോദ്യങ്ങൾ നമ്മൾ വളരെ ക്ലിയർ ആയിട്ട് പഠിച്ചു. 10 ചോദ്യങ്ങളിൽ നിന്ന് 50-ലധികം പ്രീവിയസ് ക്വസ്റ്റ്യൻസ് നമ്മൾ വർക്ക്ഔട്ട് ചെയ്ത് പഠിച്ചു. നിങ്ങൾ പഠിച്ചില്ലേ 50-ലധികം ക്വസ്റ്റ്യൻസ്? യെസ്. 11ാമത്തെ ചോദ്യം, എ സ്ഫെറിക്കൽ മിറർ whose reflecting surface is curved inwards and faces
towards the center of the sphere is called a dash mirror. RRB ലാബ് സൂപ്രണ്ട് 2019 എക്സാം ക്വസ്റ്റ്യൻ ആണ്. പ്ലെയിൻ മിറർ, സ്ഫെറിക്കൽ മിറർ, കോൺവെക്സ് മിറർ, കോൺകേവ് മിറർ. ക്ലിയർ ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. റിഫ്ലക്റ്റിംഗ് സർഫസ് ഈസ് കർവ്ഡ് ഇൻവേർഡ്സ്. അകത്തേക്ക് കുഴിഞ്ഞിരിക്കുകയാണെന്നല്ലേ, കുഴിഞ്ഞിരിക്കുകയാണെന്നല്ലേ പറഞ്ഞത്. നിങ്ങൾ വേറെ ഒന്നും ഓർക്കേണ്ട. കുഴി എന്ന വാക്ക്, അല്ലെ നമുക്കറിയാം കേവ് എന്ന വാക്കിന്റെ അർത്ഥം എന്താണ്? കേവ്, കേവ് എന്ന് പറഞ്ഞാൽ ഗുഹ എന്നാണ്, അല്ലെ, ഗുഹ. സോ ഗുഹ അല്ലെങ്കിൽ ഒരു കുഴി എന്ന് നമുക്ക് എടുക്കാം. ക്ലിയർ അല്ലേ? സോ ഇവിടെ റിഫ്ലക്റ്റീവ് സർഫസ് എന്ന് പറയാം, കർവ്ഡ് ഇൻവേർഡ്സ് എന്ന് പറയാം. കർവ്ഡ് ഇൻവേർഡ്സ് കർവ് ചെയ്ത് അകത്തേക്ക് കുഴിഞ്ഞിരിക്കുന്നു എന്നല്ലേ പറഞ്ഞിരിക്കുന്നത്. സോ ഇങ്ങനെ കുഴിഞ്ഞിരിക്കുന്ന ലെൻസ് എന്ന് പറയുന്നത് കോൺകേവ് ലെൻസ് ആണ്, അല്ലെങ്കിൽ ഡൈവേർജന്റ് ലെൻസ് ആണ്, അല്ലെങ്കിൽ ഡൈവേർജന്റ് മിററാണ്. ഇവിടെ മിററാണ് അല്ലെ. കോൺകേവ് അല്ലെങ്കിൽ ഡൈവേർജന്റ് ആണ്. റിഫ്ലക്റ്റിംഗ് സർഫസ് ഈസ് കർവ്ഡ് ഇൻവേർഡ്സ്, കർവ് ചെയ്ത് അകത്തേക്ക് കുഴിഞ്ഞിരിക്കുകയാണ്. കുഴി, കേവ് എന്ന് ഓർത്താൽ മതി. ഗുഹ അല്ലെങ്കിൽ കുഴി, കേവ്, കോൺകേവ് ആണ്. ശരിയല്ലേ? ആൻഡ് ഫേസ് ടുവേർഡ്സ് ദ സെന്റർ ഓഫ് ദ സ്ഫിയർ. ഓക്കെ ആണോ? യെസ്. ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ ഡി ആണ്, കോൺകേവ് മിറർ. കോൺവെക്സ് ആണ് നേരെ ഓപ്പോസിറ്റ്. ഓക്കെ, വളരെ ഡീറ്റെയിൽ പഠിക്കും. 12ാമത്തെ ചോദ്യം വീണ്ടും സൗണ്ടിനെ കുറിച്ചാണ് കേട്ടോ. സൗണ്ട് വിച്ച് ഇസ് പ്രൊഡ്യൂസ്ഡ് ഡ്യൂ ടു എ മിക്സ്ചർ ഓഫ് സെവറൽ ഫ്രീക്വൻസീസ് ഈസ് കോൾഡ്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ തന്നെ ഞാൻ പറഞ്ഞു, ഒരു സിംഗിൾ ഫ്രീക്വൻസി ആണെങ്കിൽ അതിന് നമ്മൾ എന്ത് പറയും? ടോൺ എന്ന് പറയും. മിക്സ്ചർ ഓഫ് സെവറൽ ഫ്രീക്വൻസീസ് ആണെങ്കിൽ നമ്മൾ അതിന് എന്തെന്ന് വിളിക്കും? നോട്ട് എന്ന് വിളിക്കും. നോട്ട് അല്ലേ? നോട്ടല്ലേ? മിക്സ്ചർ ഓഫ് സെവറൽ ഫ്രീക്വൻസീസ് ആണ്. മിക്സ്ചർ ആണെങ്കിൽ നമ്മൾ അതിനെ നോട്ട് എന്ന് വിളിക്കും. ഒരു സിംഗിൾ ഫ്രീക്വൻസി ആണെങ്കിൽ നമ്മൾ അതിനെ ടോൺ എന്ന് വിളിക്കും. ഈ പിച്ച് എന്ന് പറയുന്നത് ഓൾറെഡി നമ്മൾ പറഞ്ഞു ക്വാളിറ്റി ഓഫ് സൗണ്ട് ആണ്, അല്ലെ? ക്വാളിറ്റി ഓഫ് സൗണ്ട് ആണ്. ഇവിടെ ചോദിച്ചിരിക്കുന്ന ക്വസ്റ്റ്യൻ മിക്സ്ചർ ഓഫ് സെവറൽ ഫ്രീക്വൻസീസ് എന്നാണ്. സോ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ ബി, നോട്ട് ആണ്. ക്ലിയർ അല്ലേ? എല്ലാവർക്കും കിട്ടിയോ? അപ്പോ പിച്ച് എന്ന് പറയുന്നത് ക്വാളിറ്റി ഓഫ് സൗണ്ട് ആണ്. നോട്ട് എന്ന് പറയുന്നത് മിക്സ്ചർ ഓഫ് അല്ലെങ്കിൽ മൾട്ടിപ്പിൾ ഫ്രീക്വൻസീസ് ചേർന്നതാണ്. ടോൺ എന്ന് പറയുന്നത് സിംഗിൾ ഫ്രീക്വൻസി ആണ്. ക്ലിയർ അല്ലേ? മൂന്നും പ്രീവിയസ് എക്സാം ക്വസ്റ്റ്യൻ നോട്ട് ചെയ്യാം. ഓക്കെ, 13ാമത്തെ ചോദ്യം. What is defined as the rate of doing work or the rate of transfer of energy? RRB സ്റ്റാഫ് നേഴ്സ് 2019 എക്സാം ക്വസ്റ്റ്യൻ ആണ്. പവർ, പൊട്ടൻഷ്യൽ, ഫോഴ്സ്, പ്രഷർ. ഏതാ നോക്കി. വാട്ട് ഈസ് ഡിഫൈൻഡ് ആസ് ദ റേറ്റ് ഓഫ് ഡൂയിങ് വർക്ക്? നമ്മൾ നേരത്തെ പഠിച്ചു, വർക്ക് ഡിവൈഡഡ് ബൈ ടൈം അല്ലെ. വർക്ക് ഡിവൈഡഡ് ബൈ ടൈം, റേറ്റ് ഓഫ് ഡൂയിങ് വർക്ക് അല്ലെങ്കിൽ റേറ്റ് ഓഫ് ട്രാൻസ്ഫർ ഓഫ് എനർജി. വർക്കിന്റെയും എനർജിയുടെയും ഒക്കെ യൂണിറ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ പഠിച്ചു ജൂൾ ആണ്. ടൈമിന്റെ യൂണിറ്റ് ജൂൾസ് പെർ സെക്കൻഡ് ആണ്. സോ റേറ്റ് ഓഫ് ഡൂയിങ് വർക്ക് എന്ന് പറയുന്നത് നമുക്ക് ഒരു ഡൗട്ടും വേണ്ട, ആൻസർ എന്ന് പറയുന്നത് പവർ ആണ്, അല്ലെ? പവർ ആണ്. അതിന്റെ യൂണിറ്റ് എന്ന് പറയുന്നത് ജൂൾസ് പെർ സെക്കൻഡ് അല്ലെങ്കിൽ വാട്ട് ആണ്. ഡൗട്ട് ഇല്ലല്ലോ? ഡൗട്ട് ഉണ്ടോ? സോ റേറ്റ് ഓഫ് ഡൂയിങ് വർക്ക് അല്ലെങ്കിൽ വർക്ക് ഇൻ യൂണിറ്റ് ടൈം എന്ന് എടുത്താലും മതി. ദാറ്റ് ഇസ് പവർ. അതിന്റെ യൂണിറ്റ് ജൂൾസ് പെർ സെക്കൻഡ് അല്ലെങ്കിൽ വാട്ട്. ഇതെല്ലാം പ്രീവിയസ് എക്സാം ക്വസ്റ്റ്യൻസ് ആണ്. ഓക്കെ ആണോ? ക്ലിയർ? യെസ്. അടുത്ത ചോദ്യം 14ാമത്തെ ചോദ്യം. അതും RRB സ്റ്റാഫ് നേഴ്സ് 2019 ചോദ്യമാണ്. ചേഞ്ച് ഇൻ വെലോസിറ്റി ഓഫ് an object per unit time is called. Change in the velocity of an object per unit time is called. Option A, displacement. Option B, angular velocity. Option C, acceleration. Option D, angular displacement. So question എന്ന് പറയുന്നത് velocity divided by time ആണ്. വെലോസിറ്റി ഡിവൈഡഡ് ബൈ ടൈം ആണ്. വെലോസിറ്റി എന്ന് പറയുന്നത് എന്താണ്? വേഗത, സ്പീഡാണ്, അല്ലെ? സ്പീഡ് അല്ലെങ്കിൽ വേഗതയാണ്.
വേഗത വെലോസിറ്റി ഡിവൈഡഡ് ബൈ ടൈം. വെലോസിറ്റി എന്നല്ല, ചേഞ്ച് ഇൻ വെലോസിറ്റി ആണ് അല്ലെ. ചേഞ്ച് ഇൻ വെലോസിറ്റി, സ്പീഡ് കൂടുന്നതിന്റെ റേറ്റ് ആണ് ഇൻ ടൈം. അതിനെ വിളിക്കുന്ന പേരാണ് ആക്സിലറേഷൻ. ആക്സിലറേഷൻ, ചേഞ്ച് ഇൻ വെലോസിറ്റി ഡിവൈഡഡ് ബൈ ടൈം, ദാറ്റ് ഈസ് ആക്സിലറേഷൻ. നിങ്ങൾ വേറെ ഒന്നും ഓർക്കണ്ട. നമ്മുടെ വണ്ടി, നിങ്ങൾ എല്ലാവരും വണ്ടി ഓടിക്കുന്നവരാണ് അല്ലെ. നിങ്ങൾക്ക് എല്ലാവർക്കും വണ്ടി ഓടിക്കുന്നത് എങ്ങനെയാണെന്ന് അറിയാം. ആക്സിലറേറ്റർ ഉണ്ട്. ആക്സിലറേറ്റർ എപ്പോഴാണ് നമ്മൾ ആക്സിലേറ്റർ കൊടുക്കുന്നത്, അല്ലെങ്കിൽ ആക്സിലേറ്റർ ചവിട്ടാൻ പറയുന്നത് എപ്പോഴാണ്? സ്പീഡ് കൂട്ടാനാണ്. ശരിയല്ലേ? നമ്മുടെ വേഗത, വെലോസിറ്റി കൂട്ടാനാണ്. ഇപ്പൊ ഒരു 40 കിലോമീറ്റർ സ്പീഡിൽ പൊയ്ക്കൊണ്ടിരിക്കുന്ന വണ്ടി അല്ലെ, പെട്ടെന്ന് നമുക്ക് സ്പീഡ് കൂട്ടണം. നമ്മൾ എന്ത് ചെയ്യും? ആക്സിലേറ്ററിൽ ചവിട്ടും. ആക്സിലേറ്റർ കൂട്ടി വേഗത 40 കിലോമീറ്ററിൽ നിന്ന് 60 കിലോമീറ്റർ പെർ അവർ സ്പീഡിലേക്ക് കൂട്ടും. സോ ആ ഒരു വെലോസിറ്റി 40 നിന്നും 60 കൂടി, അതിന്റെ റേറ്റിനെ വിളിക്കുന്ന പേരാണ് ആ വെലോസിറ്റിയുടെ ചേഞ്ച്. 40 നിന്നും 60 പോയി ആ ഒരു ടൈമില്, യൂണിറ്റ് ടൈമില്, ഇതിനെ വിളിക്കുന്ന പേരാണ് ആക്സിലറേഷൻ. ആ വേഗത കൂടിയതിന്റെ ചേഞ്ച്, അതിനെയാണ് ആക്സിലറേഷൻ എന്ന് പറയുന്നത്. വണ്ടിയുടെ ആക്സിലേറ്റർ ഓർത്താൽ മതി. വേഗത കൂട്ടാൻ നമ്മൾ ആക്സിലറേറ്റർ കൊടുക്കും അല്ലെ, ചവിട്ടും. ആക്സിലറേഷൻ ആണ്. ഇവിടെ ഒന്ന് രണ്ട് കാര്യങ്ങൾ എനിക്ക് പറഞ്ഞു തരാനുണ്ട്. ആദ്യം ഡിസ്പ്ലേസ്മെന്റ്. ഡിസ്പ്ലേസ്മെന്റ് എന്ന് പറഞ്ഞാൽ ഒരാൾ ഒരു യാത്ര ഇടുന്ന് തുടങ്ങി. നിങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കണം. സോ ഞാൻ ഇവിടെ വരയ്ക്കാം. ഒരാൾ എ എന്ന പോയിന്റിൽ നിന്ന് യാത്ര തുടങ്ങി ബി എന്ന പോയിന്റിലേക്ക് എത്തി. അയാൾ എയിൽ നിന്ന് തുടങ്ങി ഇവിടെ നിന്ന് ഇങ്ങനെ പോയി, അങ്ങനെ പോയി, ഇങ്ങനെ കറങ്ങി 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 ഒക്കെയാണ് ഇവിടെ എത്തിയത്, ഈ ബി എന്ന പോയിന്റിൽ. സോ എയിൽ നിന്ന് ബിയിലേക്ക് ഇത്രയും ചുറ്റി കറങ്ങിയാണ് അയാൾ എന്ത് ചെയ്തത്? ബിയിലേക്ക് എത്തിയത്. സോ ഇത്രയും അയാൾ സഞ്ചരിച്ച ദൂരത്തെ നമ്മൾ വിളിക്കും ഡിസ്റ്റൻസ്. ഡിസ്റ്റൻസ്. സോ അയാൾ ഇത്രയും കറങ്ങി ഒരു 100 മീറ്റർ സഞ്ചരിച്ചിട്ടായിരിക്കും ബിയിലെത്തിയത്. 100 മീറ്റർ. എന്നാൽ ഡിസ്പ്ലേസ്മെന്റ് എന്ന് പറഞ്ഞാൽ ഈ തുടക്കത്തിലെ എ എന്ന പോയിന്റിൽ നിന്നും ഈ അവസാനം എത്തിയ ബി എന്ന പോയിന്റിലേക്കുള്ള ഏറ്റവും ഷോർട്ടസ്റ്റ് ഡിസ്റ്റൻസ്, അല്ലെങ്കിൽ ഒരു സ്ട്രെയിറ്റ് ലൈൻ ആണ് അതിന്റെ ഡിസ്പ്ലേസ്മെന്റ് എന്ന് വിളിക്കുന്നത്. ക്ലിയർ ആണോ? ഡിസ്പ്ലേസ്മെന്റ് എന്ന് പറയില്ല, എത്ര ദൂരം കറങ്ങി തിരിഞ്ഞു വന്നാലും, എത്ര വളഞ്ഞു ചുറ്റി കറങ്ങി വന്നാലും, സ്റ്റാർട്ടിംഗ് പോയിന്റിൽ നിന്നും ഫൈനൽ പോയിന്റിലേക്കുള്ള ഏറ്റവും ഷോർട്ടസ്റ്റ് ഡിസ്റ്റൻസ്, ആ സ്ട്രെയിറ്റ് ലൈൻ ആണ് ഡിസ്പ്ലേസ്മെന്റ്. കിട്ടിയോ? ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ നമ്മൾ പോകുന്ന മൊത്തം സഞ്ചരിച്ച വഴികളുമാണ് ഡിസ്റ്റൻസ് എന്ന് പറയുന്നത്. എന്നാൽ ഫൈനൽ പോയിന്റ് ടു സ്റ്റാർട്ടിംഗ് പോയിന്റ് ഫൈനൽ പോയിന്റ് ആണ് അതിന്റെ ഡിസ്പ്ലേ. ചിലപ്പോൾ ഈ 100 മീറ്റർ ഇത്രയും കറങ്ങി വന്നത്, ഈ സ്ട്രൈറ്റ് ലൈൻ എന്ന് പറയുന്നത് വെറും 20 മീറ്റർ ആയിരിക്കും ചിലപ്പോൾ. ഏറ്റവും ഷോർട്ടസ്റ്റ് ഡിസ്റ്റൻസ് ആണ് ഡിസ്പ്ലേസ്മെന്റ് എന്ന് പറയുന്നത്. ക്ലിയർ ആണോ? സോ ഡിസ്റ്റൻസിന്റെയും ഡിസ്പ്ലേസ്മെന്റിന്റെയും വ്യത്യാസം എന്ന് പറഞ്ഞാൽ നമ്മൾ പഠിക്കും. ഇതിന് ഡിസ്പ്ലേസ്മെന്റ് കൃത്യമായ ഒരു ഡയറക്ഷൻ ഉണ്ടാവും, ഡിസ്റ്റൻസിന് ഒരു ഡയറക്ഷൻ ഉണ്ടാവില്ല, വളഞ്ഞു തിരിഞ്ഞൊക്കെ ആയിരിക്കും എത്തുന്നത്. ഇനി അടുത്തത് വെലോസിറ്റി. വെലോസിറ്റി എന്ന് പറഞ്ഞാൽ അത് കൃത്യമായിട്ട് പഠിച്ചു വെക്കണം. വേഗത എന്നാണ് അല്ലെ. സ്പീഡും ഉണ്ട്, വെലോസിറ്റിയും ഉണ്ട്. ഈ പറഞ്ഞതുപോലെ വെലോസിറ്റി എന്ന് പറയുന്നത് ഡയറക്ഷനും ഉണ്ടാവും. സോ വെലോസിറ്റി നോക്കിയേ. വെലോസിറ്റി എന്ന് പറഞ്ഞാൽ അതിന്റെ ഫോർമുല ഡിസ്റ്റൻസ് ബൈ ടൈം എന്നല്ല. ഇപ്പൊ സ്പീഡിന്റെ ഫോർമുല എന്ന് പറയുന്നത് ഡിസ്റ്റൻസ് ബൈ ടൈം എന്നാണ്. എന്നാൽ വെലോസിറ്റിയുടെ ഫോർമുല എന്ന് പറയുന്നത് ഡിസ്പ്ലേസ്മെന്റ് ഡിവൈഡഡ് ബൈ ടൈം എന്നാണ്. ഡിസ്പ്ലേസ്മെന്റ് ഡിവൈഡഡ് ബൈ ടൈം എന്നാണ് വെലോസിറ്റിയുടെ യൂണിറ്റ്. ഡിസ്പ്ലേസ്മെന്റ് ഡിവൈഡഡ് ബൈ ടൈം. കിട്ടിയോ? ഡിസ്പ്ലേസ്മെന്റ് ഡിവൈഡഡ് ബൈ ടൈം ആണ് വെലോസിറ്റി എന്ന് പറയുന്നത്. എന്നാൽ സ്പീഡ് എന്ന് പറഞ്ഞാൽ ഡിസ്റ്റൻസ് ഡിവൈഡഡ് ബൈ ടൈം ആണ്. ഇതിന് കൃത്യമായിട്ടും ഡയറക്ഷൻ ഉണ്ടാവും. ഇങ്ങനെയുള്ള ഇതിന് നമ്മൾ വിളിക്കുന്ന പേരാണ് വെക്ടർ ക്വാണ്ടിറ്റീസ്. നമ്മൾ അത് വളരെ ഡീറ്റെയിൽ പഠിക്കും, വെക്ടർ ക്വാണ്ടിറ്റീസ് പഠിക്കാം. അപ്പൊ വെലോസിറ്റി എന്ന് പറഞ്ഞാൽ ഡിസ്പ്ലേസ്മെന്റ് ഡിവൈഡഡ് ബൈ ടൈം ആണ്. ഞാൻ ചോദിക്കുകയാണ്, എന്താണ് വെലോസിറ്റിയുടെ SI യൂണിറ്റ്? വെലോസിറ്റിയുടെ യൂണിറ്റ് എന്താ? അപ്പോ ഒന്ന് നോക്കിയേ. ഡിസ്പ്ലേസ്മെന്റ് ബൈ ടൈം ആണ് വെലോസിറ്റി എന്ന് പറയുന്നത്. അപ്പൊ ഡിസ്പ്ലേസ്മെന്റ് എന്ന് പറഞ്ഞാൽ ദൂരമാണ് അല്ലെ, ദൂരം അളക്കുന്നതാ ഡിസ്പ്ലേസ്മെന്റ്. സോ ദൂരത്തിന് നമ്മൾ യൂസ് ചെയ്യുന്ന യൂണിറ്റ് എന്ന് പറയുന്നത് മീറ്റർ ആണ്. മീറ്റർ. ടൈമിന്റെ യൂണിറ്റ് എന്ന് പറയുന്നത് സെക്കൻഡ് ആണ്. ക്ലിയർ ആയിട്ട് ഓർക്കണം, വെലോസിറ്റിയുടെ യൂണിറ്റ് എന്ന് പറയുന്നത് മീറ്റർ പെർ സെക്കൻഡ് ആണ് യൂണിറ്റ്. ശരിയല്ലേ? വെലോസിറ്റി എന്ന് പറയുന്നത് ഡിസ്പ്ലേസ്മെന്റ് ബൈ ടൈം എന്നാണ് ഫോർമുല. ഡിസ്പ്ലേസ്മെന്റ് ദൂരത്തിന്റെ അളവാണ്. സെക്കൻഡ് എന്ന് പറയുന്നത്, ടൈം എന്ന് പറയുന്നതിന്റെ യൂണിറ്റ് സെക്കൻഡ് ആണ്. സോ മീറ്റർ പെർ സെക്കൻഡ് ആണ്
വെലോസിറ്റിയുടെ യൂണിറ്റ് എന്ന് പറയുന്നത്. കിട്ടിയോ? ഇനി ഇപ്പൊ ആക്സിലറേഷൻ എന്ന് പറയുന്നത് നമ്മൾ ഓൾറെഡി പറഞ്ഞു. ആക്സിലറേഷൻ എന്ന് പറയുന്നത് ചേഞ്ച് ഇൻ വെലോസിറ്റി ഡിവൈഡഡ് ബൈ ടൈം എന്നാണ്. ചേഞ്ച് ഇൻ വെലോസിറ്റി ഡിവൈഡഡ് ബൈ ടൈം എന്നാണ്. ഇപ്പൊ ഈ ആക്സിലറേഷൻ അപ്പൊ യൂണിറ്റ് എന്തായിരിക്കും? ഒന്ന് ചിന്തിച്ചു നോക്കിയേ. ആക്സിലറേഷന്റെ യൂണിറ്റ് വെലോസിറ്റിയുടെ യൂണിറ്റ് എന്താ? മീറ്റർ പെർ സെക്കൻഡ് എന്നാണ്. മീറ്റർ പെർ സെക്കൻഡ് ആണ് ഈ മുകളിലത്തെ വെലോസിറ്റിയുടെ യൂണിറ്റ്. ഡിവൈഡഡ് ബൈ വീണ്ടും ടൈം വന്നു. ടൈമിന്റെ യൂണിറ്റ് സെക്കൻഡ് ആണ്. സോ മീറ്റർ പെർ സെക്കൻഡ് ഡിവൈഡഡ് ബൈ സെക്കൻഡ്. സോ നമുക്ക് ആൻസർ കിട്ടും മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ ആണ് ആക്സിലറേഷന്റെ യൂണിറ്റ്. അപ്പൊ ആക്സിലറേഷന്റെ വെലോസിറ്റിയുടെ യൂണിറ്റ് മീറ്റർ പെർ സെക്കൻഡ് ആണെങ്കിൽ ആക്സിലറേഷന്റെ യൂണിറ്റ് മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ ആണ്. ഇത്രയും ക്വസ്റ്റ്യൻസിന്റെ ആൻസർ എല്ലാവർക്കും കിട്ടിയോ? സ്റ്റാഫ് നേഴ്സിന്റെ എക്സാം ക്വസ്റ്റ്യൻ RRB. അപ്പൊ ചേഞ്ച് ഇൻ വെലോസിറ്റി ഓഫ് ആൻ ഒബ്ജക്ട് പെർ യൂണിറ്റ് എന്ന് പറയുന്നത് ആക്സിലറേഷൻ ആണ്. നമ്മൾ വണ്ടിയുടെ ആക്സിലേറ്റർ ഓർത്താൽ മതി, സ്പീഡ് കൂട്ടാനായിട്ട് വെലോസിറ്റി കൂട്ടാനായിട്ട് യൂസ് ചെയ്യുന്നത്. ഇനി ഡിസ്പ്ലേസ്മെന്റ് എന്ന് പറയുന്നത് സ്റ്റാർട്ടിംഗ് പോയിന്റ് ഫൈനൽ പോയിന്റിലേക്കുള്ള ഏറ്റവും ഷോർട്ടസ്റ്റ് ഡിസ്റ്റൻസസ്, ദാറ്റ് ഈസ് സ്ട്രെയിറ്റ് ലൈൻ ആണ് ഡിസ്പ്ലേസ്മെന്റ് എന്ന് പറയുന്നത്. എന്നാൽ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് എങ്ങനെ കളഞ്ഞു തിരിഞ്ഞു പോയാലും അത് ഡിസ്റ്റൻസിൽ കൂട്ടും. എന്നാൽ ഡിസ്പ്ലേസ്മെന്റ് എന്ന് പറയുന്നത് സ്ട്രെയിറ്റ് ലൈൻ മാത്രമേ കൗണ്ട് ചെയ്യുള്ളൂ. വെലോസിറ്റി എന്ന് പറയുന്നത് ഡിസ്പ്ലേസ്മെന്റ് ബൈ ടൈം ആണ്. സോ യൂണിറ്റ് എന്ന് പറയുന്നത് മീറ്റർ പെർ സെക്കൻഡ് ആണ്. ആക്സിലറേഷൻ എന്ന് പറയുന്നത് ചേഞ്ച് ഇൻ വെലോസിറ്റി ബൈ ടൈം ആണ്. വെലോസിറ്റിയുടെ യൂണിറ്റ് മീറ്റർ പെർ സെക്കൻഡ് ഡിവൈഡഡ് ബൈ ടൈം എന്ന് പറയുന്നത് ടൈമിന്റെ ഒരു സെക്കൻഡ് ആണ്. സോ ആക്സിലറേഷന്റെ യൂണിറ്റ് എന്ന് പറയുന്നത് മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ ആണ്. ഇത്രയും എല്ലാവർക്കും ക്ലിയർ ആയിട്ട് കിട്ടിയോ? എല്ലാവർക്കും കിട്ടിയോ? ഓക്കെ. എത്ര ചോദ്യങ്ങൾ വന്നു കണ്ടോ? ഇങ്ങനെ പഠിച്ചാൽ മതി കേട്ടോ. 12 യൂണിറ്റ് ഇങ്ങനെ പഠിച്ച് അതിന്റെ പ്രാക്ടീസ് ക്വസ്റ്റ്യൻ വർക്ക്ഔട്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഉറപ്പായിട്ടും ജനറൽ സയൻസിന്റെ മാർക്ക് പോകത്തില്ല. 15ാമത്തെ ചോദ്യം. ഈ ചോദ്യം എന്ന് പറയുന്നത് 2019 റെയിൽവേ റിക്രൂട്ട്മെന്റ് ബോർഡ് നടത്തിയ റേഡിയോഗ്രാഫർ എക്സാമിലും അതേ സമയത്ത് തന്നെയാണ് സ്റ്റാഫ് നേഴ്സ് എക്സാമിൽ രണ്ടിലും ഒരേ ചോദ്യം തന്നെ ചോദിച്ചു. ഈ 15ാമത്തെ ചോദ്യം നോക്കി. മാസ് ഇൻറ്റു വെലോസിറ്റി ദാറ്റ് ഇസ് m ഇൻറ്റു v ഈസ് കോൾഡ് മൊമെന്റം, ഫോഴ്സ്, പൊട്ടൻഷ്യൽ എനർജി, കൈനറ്റിക് എനർജി. മാസ് ഇൻറ്റു വെലോസിറ്റി. മാസ് ഇൻറ്റു വെലോസിറ്റി എന്ന് പറയുന്ന ഒരു ഡൗട്ടും വേണ്ട, ദാറ്റ് ഈസ് മൊമെന്റം ആണ്. ഓപ്ഷൻ എ ആണ് ആൻസർ. മാസ് ഇൻറ്റു വെലോസിറ്റി എന്ന് പറയുന്നത് ഓപ്ഷൻ എ, ദാറ്റ് ഈസ് മൊമെന്റം. ക്ലിയർ ആയിട്ട് പഠിച്ചു വെക്കണം. എക്സാം ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളതാണ്. അതും ഒരേ എക്സാമിൽ തന്നെ ഒരേ സമയത്ത് തന്നെ 2 എക്സാമിലാണ് ചോദിച്ചിരിക്കുന്നത്. സോ മാസ് ഇൻറ്റു വെലോസിറ്റി ആണ് മൊമെന്റം എന്ന് പറഞ്ഞു അല്ലെ. ദാറ്റ് ഈസ് m ഇസ് ഈക്വൽ, ഞാൻ m ഇൻറ്റു v എന്ന് എഴുതി. മാസ് ഇൻറ്റു വെലോസിറ്റി. ഒന്ന് നോക്കിയേ, ഇവിടെ ക്ലിയർ ആയിട്ട് നോട്ട് ചെയ്യണം. മാസ് എന്ന് പറയുന്നത് എന്താണ്? ഒരു വസ്തുവിന്റെ ക്വാണ്ടിറ്റി ആണ് അല്ലെ നോട്ട് ചെയ്യുന്നത്. ക്വാണ്ടിറ്റി എന്ന് പറയുന്നത് ക്വാണ്ടിറ്റി ദാറ്റ് ഇസ് കിലോഗ്രാം ആണ് നോട്ട് ചെയ്യുന്നത്. മാസിന്റെ യൂണിറ്റ് എന്ന് പറയുന്നത് കിലോഗ്രാം ആണ്. മാസിന്റെ യൂണിറ്റ് എന്ന് പറയുന്നത് കിലോഗ്രാം ആണ്. വെലോസിറ്റിയുടെ യൂണിറ്റോ? വെലോസിറ്റിയുടെ യൂണിറ്റ് എന്ന് പറയുന്നത് നമ്മൾ നേരത്തെ പഠിച്ചിട്ടുണ്ട്, ദാറ്റ് ഇസ് മീറ്റർ പെർ സെക്കൻഡ് എന്നാണ്. മീറ്റർ പെർ സെക്കൻഡ്. മൊമെന്റത്തിന്റെ യൂണിറ്റ് എന്താ? കിലോഗ്രാം. മീറ്റർ പെർ സെക്കൻഡ് ആണ്. ക്ലിയർ ആയിട്ട് നോട്ട് ചെയ്യണം. എക്സാം ക്വസ്റ്റ്യൻ ആണ്. അപ്പൊ മൊമെന്റം എന്ന് പറയുന്നത് മാസ് ഇൻറ്റു വെലോസിറ്റി ആണ്. മാസിന്റെ യൂണിറ്റ് കിലോഗ്രാം ആണ്. വെലോസിറ്റിയുടെ യൂണിറ്റ് മീറ്റർ പെർ സെക്കൻഡ് ആണ്. അങ്ങനെയാണെങ്കിൽ മൊമെന്റത്തിന്റെ യൂണിറ്റ് എന്ന് പറയുന്നത് കിലോഗ്രാം മീറ്റർ പെർ സെക്കൻഡ് ആണ്. കൈനറ്റിക് എനർജി ഓൾറെഡി നമ്മൾ പറഞ്ഞു. കൈനറ്റിക് എനർജി എന്ന് പറയുന്ന ഒരു വസ്തുവിന്റെ മൂവ്മെന്റ് അല്ലെങ്കിൽ മോഷൻ കാരണം അതിനെ ഉണ്ടാകുന്ന എനർജി അല്ലെങ്കിൽ അത് പ്രൊസസ് ചെയ്യുന്ന എനർജിയാണ് കൈനറ്റിക് എനർജി എന്ന് പറയുന്നത്. പൊട്ടൻഷ്യൽ എനർജി എന്ന് പറയുന്നത് അതിന്റെ ഒരു വസ്തുവിന്റെ പൊസിഷൻ കൊണ്ട് അതിനെ കിട്ടുന്ന എനർജിയാണ് അല്ലെങ്കിൽ പ്രൊസസ് ചെയ്യുന്ന എനർജിയാണ് പൊട്ടൻഷ്യൽ എനർജി. പൊസിഷൻ കൊണ്ട്. മറ്റത് മൂവ്മെന്റ്, മൂവ് ചെയ്യുന്നത് കൊണ്ട്. ഇനി ഇവിടെ നമുക്ക് വേണ്ടതാണ് അടുത്ത് ഫോഴ്സ്. വളരെ ഇമ്പോർട്ടന്റ് എക്സാം ക്വസ്റ്റ്യൻ, പ്രീവിയസ് എക്സാം ക്വസ്റ്റ്യൻ. ഫോഴ്സ് എന്ന് പറയുന്നത് എന്താണ്? ഫോഴ്സ് മലയാളത്തിൽ പറയുന്നത് ബലം എന്നാണ് അല്ലെ. നമ്മളൊരു ബലം കൊടുത്തു എന്ന് പറയുന്നതിന്റെ അർത്ഥം എന്താണ്? ഒന്നിന് നമ്മളൊരു പുഷ് ചെയ്തു ഒരു വസ്തുവിനെ, അല്ലെങ്കിൽ നമ്മളൊരു പുള്ള് ചെയ്തു അല്ലെ. പുള്ള് ചെയ്തു ഒരു വസ്തുവിന്, അതിനൊരു മൂവ്മെന്റ് ഉണ്ടായി, അല്ലെങ്കിൽ അതിന്റെ മോഷനിൽ ഒരു ചേഞ്ച് ഉണ്ടായി. അങ്ങനെയാണ് നമ്മൾ അവിടെ ഒരു ബലം കൊടുത്തു എന്ന് പറയാം. ഫോഴ്സ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഇസ് എ പുൾ ഓർ പുഷ് ദാറ്റ് കുഡ് കോസ് എ ചേഞ്ച് ഇൻ മോഷൻ ഓഫ് ആൻ ഓബ്ജക്ട്. അതാണ് ഫോഴ്സ് എന്ന് പറയുന്നത്. ഇവിടെ നമുക്ക് വേണ്ടത് ഫോഴ്സിന്റെ ഫോർമുലയാണ്. F is equal to
എം ഇൻറ്റു എ. വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഫോഴ്സ് കണ്ടുപിടിക്കാനുള്ള ഫോർമുല എന്ന് പറയുന്നത് എഫ് ഈസ് ഈക്വൽ ടു എം ഇൻറ്റു എ. അതായത് എം എന്ന് പറയുന്നത് ആ വസ്തുവിന്റെ മാസ് ആണ്, ക്വാണ്ടിറ്റി ആണ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. എ എന്ന് പറയുന്നത് ആക്സിലറേഷൻ ആണ്. കിട്ടിയോ? എ എന്ന് പറയുന്നത് ആക്സിലറേഷൻ ആണ്, എം എന്ന് പറയുന്നത് മാസ് ആണ്. അപ്പോ ഈ മാസിന്റെ യൂണിറ്റ് എന്ന് പറയുന്നത് കിലോഗ്രാം ആണ്. ആക്സിലറേഷന്റെ യൂണിറ്റ് എന്ന് പറയുന്നത് മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ ആണ്. അപ്പൊ ഫോഴ്സിന്റെ യൂണിറ്റ് എന്ന് പറയുന്നത് കിലോഗ്രാം മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ ആണ്. കിലോഗ്രാം മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയറിന് നമ്മൾ വിളിക്കുന്ന മറ്റൊരു പേരാണ്, ക്ലിയർ ആയിട്ട് ഓർത്ത് വയ്ക്കണം, ദാറ്റ് ഈസ് ന്യൂട്ടൺ. പ്രീവിയസ് എക്സാം ക്വസ്റ്റ്യൻ ആണ്, നോട്ട് ചെയ്യണം. അപ്പൊ ഫോഴ്സിന്റെ യൂണിറ്റ് എന്ന് പറയുന്നത് ന്യൂട്ടൺ ആണ്. ന്യൂട്ടൺ ആണ്. കിട്ടിയോ? ഇനി ഒരു കാര്യം കൂടി ഞാൻ ഇവിടെ ചേഞ്ച് ചെയ്യാണ്. ന്യൂട്ടൺ എന്ന് പറഞ്ഞ കിലോഗ്രാം മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ ആണ് അല്ലെ. കിലോഗ്രാം മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ ആണ്. ഞാൻ ഇതിന്റെ കൂടെ ഒരു സെക്കൻഡിനെ മൾട്ടിപ്ലൈ ചെയ്യാണ്. സെക്കൻഡ് എന്ന് പറയുന്നത് ഒന്ന് മൾട്ടിപ്ലൈ ചെയ്യാം. അപ്പൊ കിലോഗ്രാം മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ ഇൻറ്റു സെക്കൻഡ്. ഇവിടെ ഒരു സെക്കൻഡ് ഉണ്ട്, ഇവിടെ സെക്കൻഡ് സ്ക്വയർ ഉണ്ട്. അപ്പൊ ഈ സ്ക്വയർ അങ്ങ് പോയി, വെറും സെക്കൻഡ് മാത്രമേ ഉള്ളൂ. കിലോഗ്രാം മീറ്റർ പെർ സെക്കൻഡ്. ക്ലിയർ ആണോ? കിലോഗ്രാം മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ ആണ് ന്യൂട്ടൺ എന്ന് പറയുന്നത്. ഇൻറ്റു ഒരു സെക്കൻഡ് കൂടെ ഞാൻ എടുത്തു. സോ സെക്കൻഡ് ഇവിടെ ക്യാൻസൽ ആയി പോയി. കിലോഗ്രാം മീറ്റർ സ്ക്വയർ ആയിട്ട് മാറി. കിലോഗ്രാം മീറ്റർ പെർ സെക്കൻഡ് ആയിട്ട് മാറി. ഈ കിലോഗ്രാം മീറ്റർ പെർ സെക്കൻഡ് എന്ന് പറഞ്ഞാൽ എന്തിന്റെ യൂണിറ്റാ? മൊമന്റത്തിന്റെ യൂണിറ്റ് ആണ്. മൊമന്റത്തിന്റെ യൂണിറ്റ് ആണ്. അപ്പൊ മൊമന്റത്തിന്റെ യൂണിറ്റിനെ നമുക്ക് എങ്ങനെ എഴുതാം? കിലോഗ്രാം മീറ്റർ പെർ സെക്കൻഡ്, അല്ലെങ്കിൽ അതിന് ഒരു യൂണിറ്റ് കൂടിയുണ്ട്, കിലോഗ്രാം മീറ്റർ സ്ക്വയർ ഇൻറ്റു സെക്കൻഡ് ആണ്. ഈ കിലോഗ്രാം മീറ്റർ സ്ക്വയർ എന്ന് പറയുന്നത് ന്യൂട്ടൺ ആണ്. ഇൻറ്റു സെക്കൻഡ്, ദാറ്റ് ഈസ് ന്യൂട്ടൺ സെക്കൻഡ് എന്നും പറയാം. അപ്പൊ മൊമന്റത്തിന് രണ്ട് യൂണിറ്റുകളുണ്ട്, കിലോഗ്രാം മീറ്റർ പെർ സെക്കൻഡ് അല്ലെങ്കിൽ ന്യൂട്ടൺ സെക്കൻഡ്. കിട്ടിയോ മൊമന്റം? എല്ലാവർക്കും കിട്ടിയോ? മൊമന്റം എന്ന് പറയുന്നത് മാസിന്റെ വെലോസിറ്റി ആണ്. മാസിന്റെ യൂണിറ്റ് കിലോഗ്രാം, വെലോസിറ്റിയുടെ യൂണിറ്റ് മീറ്റർ പെർ സെക്കൻഡ്. സോ മൊമന്റത്തിന്റെ യൂണിറ്റ് കിലോഗ്രാം മീറ്റർ പെർ സെക്കൻഡ്. ക്ലിയർ അല്ലേ? ഇനി ഫോഴ്സ് എന്ന് പറയുന്നത് മാസ് ഇൻറ്റു ആക്സിലറേഷൻ ആണ്. ദാറ്റ് ഇസ് കിലോഗ്രാം മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ ആണ് മാസ് ഇൻറ്റു ആക്സിലറേഷൻ അല്ലെങ്കിൽ ഫോഴ്സിന്റെ യൂണിറ്റ് എന്ന് പറയുന്നത്. കിലോഗ്രാം മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ, അല്ലെങ്കിൽ അതിന് മറ്റൊരു പേര് കൂടിയുണ്ട്, ന്യൂട്ടൺ. ന്യൂട്ടൺ. സോ ഈ ന്യൂട്ടന്റെ കൂടെ ഒരു സെക്കൻഡ് കൂടെ മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് മൊമന്റത്തിന്റെ യൂണിറ്റിലേക്ക് തന്നെ എത്തും. കിലോഗ്രാം മീറ്റർ പെർ സെക്കൻഡ് ആയിട്ട് തന്നെ മാറും. സോ കിലോഗ്രാം മീറ്റർ പെർ സെക്കൻഡിന്റെ കൂടെ ന്യൂട്ടൺ സെക്കൻഡും കൂടി ഉണ്ട് മൊമന്റത്തിന്റെ യൂണിറ്റ്. ഓക്കെ അല്ലേ? അപ്പൊ ഫോഴ്സിന്റെ യൂണിറ്റ് ന്യൂട്ടൺ അല്ലെങ്കിൽ കിലോഗ്രാം മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ, മൊമന്റത്തിന്റെ യൂണിറ്റ് കിലോഗ്രാം മീറ്റർ പെർ സെക്കൻഡ് അല്ലെങ്കിൽ ന്യൂട്ടൺ സെക്കൻഡ്. എല്ലാവർക്കും ഇത്രയും മനസ്സിലായോ? കിലോഗ്രാം മീറ്റർ പെർ സെക്കൻഡ് അല്ലെങ്കിൽ ന്യൂട്ടൺ സെക്കൻഡ് ആണ് മൊമന്റത്തിന്റെ യൂണിറ്റ്. ഫോഴ്സിന്റെ യൂണിറ്റ് എന്ന് പറയുന്നത് ന്യൂട്ടൺ അല്ലെങ്കിൽ കിലോഗ്രാം മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ ആണ്. ഓക്കെ അല്ലേ? എത്ര ചോദ്യങ്ങളായി? ഇനി 16ാമത്തെ ചോദ്യം, റെയിൽവേ സ്റ്റാഫ് നേഴ്സ് 2019 എക്സാം ക്വസ്റ്റ്യൻ ആണ്. ദ ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ ഓഫ് ദി എർത്ത് ഓൺ ആൻ ഓബ്ജെക്ട് ഈസ് നോൺ ആസ്. ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ ഓഫ് എർത്ത് ഓൺ ആൻ ഓബ്ജെക്ട് ഈസ് നോൺ ആസ് ഫ്രിക്ഷൻ ഓഫ് ദ ഓബ്ജെക്ട്, വെയിറ്റ് ഓഫ് ദ ഓബ്ജെക്ട്, then mass of the object, motion of the object. So ഒരു ഡൗട്ടും വേണ്ട, ഇതിന്റെ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ ബി, വെയിറ്റ് ഓഫ് ആൻ ഓബ്ജെക്ട്. ഒരു വസ്തുവിന്റെ വെയിറ്റ് എന്ന് പറയുന്നത് കണ്ടുപിടിക്കാനുള്ള ഫോർമുല വെയിറ്റ് ഈസ് ഈക്വൽ ടു മാസ് ഇൻറ്റു ജി. എം ഇൻറ്റു ജി എന്നാണ്. എന്താ എം എന്ന് പറയുന്നത്? എന്താണ്? മാസ് ആണ്, അതിന്റെ ക്വാണ്ടിറ്റി ആണ് മാസ് അല്ലെ. ജി എന്ന് പറയുന്നത് എന്താണ്? ജി വളരെ ഇമ്പോർട്ടന്റ് ആണ്. ജി എന്ന് പറയുന്നത് ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി. വളരെ ഇമ്പോർട്ടന്റ് എക്സാം ക്വസ്റ്റ്യൻ.
ജി എന്ന് പറഞ്ഞ വെയിറ്റ് എന്ന് പറയുന്നത് മാസ് ഇൻറ്റു എം ഇൻറ്റു ജി ആണ്. എം എന്ന് പറയുന്നത് മാസ് ആണ്. ജി എന്ന് പറയുന്നത് ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി ആണ്. ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി. തെറ്റിപ്പോകരുത്. ക്ലിയർ ആണോ? സോ ഈ ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി ജിയുടെ വാല്യൂ എത്രയാ? നമ്മൾ കുഞ്ഞു ക്ലാസ്സുകളിൽ പഠിച്ചു വെച്ചിട്ടുണ്ട്. 9.8 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ. 9.8 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ ആണ്. വളരെ ഇമ്പോർട്ടന്റ് എക്സാം ക്വസ്റ്റ്യൻ. ജി is equal to 9.8 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ ആണ്. ക്ലിയർ ആണോ? അപ്പൊ വെയിറ്റ് കണ്ടുപിടിക്കാനുള്ള ഫോർമുല W is equal to M into G ആണ്. M എന്ന് പറയുന്നത് മാസ് ആണ്, ക്വാണ്ടിറ്റി ആണ്. G എന്ന് പറയുന്നത് ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി ആണ്. ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് കാരണം ഉണ്ടാകുന്ന ആക്സിലറേഷൻ ആണ്. സോ ജിയുടെ വാല്യൂ എന്ന് പറയുന്നത് 9.8 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ ആണ്. പ്രീവിയസ് എക്സാം ക്വസ്റ്റ്യൻ നോട്ട് ചെയ്യണം. 9.8 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ. നോക്കി വെയിറ്റിന്റെ യൂണിറ്റ് എന്തായിരിക്കും? വെയിറ്റ് ഈസ് ഈക്വൽ ടു മാസ് ഇൻറ്റു ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി എന്നാണ്. മാസിന്റെ യൂണിറ്റ് കിലോഗ്രാം, ഗ്രാവിറ്റി ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി എന്ന് പറയുന്നത് മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ ആണ്. സോ കിലോഗ്രാം മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ ആണ് വെയിറ്റിന്റെ യൂണിറ്റ് എന്ന് പറയുന്നത്. കിലോഗ്രാം മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ എന്ന് പറയുന്നത് ഫോഴ്സിന്റെ യൂണിറ്റ് ആണ് അല്ലെ? ഫോഴ്സിന്റെ യൂണിറ്റ് ആണ്. ദാറ്റ് ഇസ് കിലോഗ്രാം മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ തന്നെയാണ് ന്യൂട്ടൺ എന്ന് പറയുന്നത്. സോ ഫോഴ്സിന്റെ യൂണിറ്റ് തന്നെയാണ് വെയിറ്റിന്റെ യൂണിറ്റ് എന്ന് പറയുന്നത്. സോ വെയിറ്റിന്റെ യൂണിറ്റ് എന്ന് പറയുന്നത് ന്യൂട്ടൺ തന്നെയാണ്. ന്യൂട്ടൺ. എല്ലാവർക്കും കിട്ടിയോ? വെയിറ്റിന്റെ യൂണിറ്റും ഫോഴ്സിന്റെ യൂണിറ്റും ന്യൂട്ടൺ തന്നെയാണ്. ഓക്കെ, എല്ലാവർക്കും മനസ്സിലാവുന്നുണ്ടോ? പഠിക്കാൻ പറ്റുന്നുണ്ടോ? നമ്മളെല്ലാം ഈ ഹൈസ്കൂളിൽ പഠിച്ച കാര്യങ്ങൾ തന്നെയാണ് കേട്ടോ. 17ാമത്തെ ചോദ്യം വീണ്ടും SI യൂണിറ്റ് തന്നെയാണ് ചോദ്യം. RRB റേഡിയോഗ്രാഫർ 2019 എക്സാമിന്റെ ക്വസ്റ്റ്യൻ ആണ്. വാട്ട് ഈസ് ദ SI യൂണിറ്റ് ഓഫ് ഇലക്ട്രിക് ഫീൽഡ് സ്ട്രെങ്ത്? ഇലക്ട്രിക് ഫീൽഡ് സ്ട്രെങ്തിന്റെ യൂണിറ്റ് ആണ് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്. ജൂൾസ് പെർ കൂളോംബ്, ഹെൻറി പെർ കൂളോംബ്, കൂളോംബ് പെർ ന്യൂട്ടൺ, ന്യൂട്ടൺ പെർ കൂളോംബ്. ന്യൂട്ടൺ പെർ കൂളോംബ്. സോ ആൻസർ എന്ന് പറയുന്നത് ഇലക്ട്രിക് ഫീൽഡ് സ്ട്രെങ്ത്. നമ്മൾ പഠിക്കും ഇലക്ട്രിക് ഫീൽഡ് സ്ട്രെങ്തിന്റെ യൂണിറ്റ് എന്ന് പറയുന്നത് ന്യൂട്ടൺ പെർ കൂളോംബ്. ന്യൂട്ടൺ പെർ കൂളോംബ്. ന്യൂട്ടൺ പെർ. ഞാൻ ഓൾറെഡി പറഞ്ഞത് ഈ കൂളോംബ് എന്ന് പറയുന്നത് യൂണിറ്റാ. കൂളോംബ് ഇലക്ട്രിക് ചാർജ് ആണ് അല്ലെ? ഇലക്ട്രിക് ചാർജിന്റെ യൂണിറ്റ് ആണ് കൂളോംബ്. E അല്ലെങ്കിൽ Q എന്ന് പറയും. ഇലക്ട്രിക് ചാർജിന്റെ യൂണിറ്റ് ആണ് കൂളോംബ് എന്ന് പറയുന്നത്. ന്യൂട്ടൺ എന്ന് പറയുന്നത് ഫോഴ്സ് അല്ലെങ്കിൽ വെയിറ്റിന്റെ ഒക്കെ യൂണിറ്റ് ആണ്. സോ ഇതിന് ഒരു യൂണിറ്റ് കൂടിയുണ്ട്, ന്യൂട്ടൺ പെർ കൂളോംബ്, അല്ലെങ്കിൽ ഒരു യൂണിറ്റും കൂടിയുണ്ട് ഇലക്ട്രിക് ഫീൽഡ് സ്ട്രെങ്ത്തിന്. ദാറ്റ് ഇസ് വോൾട്ട് പെർ മീറ്റർ. സോറി, വോൾട്ട് പെർ മീറ്റർ. കൂളോംബ്, ന്യൂട്ടൺ പെർ കൂളോംബ് അല്ലെങ്കിൽ വോൾട്ട് പെർ മീറ്റർ എന്ന് പറയുന്ന ഒരു യൂണിറ്റും കൂടിയുണ്ട്. ഇത് രണ്ടും ഓർത്ത് വയ്ക്കണം. ഇലക്ട്രിക് ഫീൽഡ് സ്ട്രെങ്തിന്റെ യൂണിറ്റ് ന്യൂട്ടൺ പെർ കൂളംബ് ആണ്, അല്ലെങ്കിൽ മറ്റൊരു യൂണിറ്റ് കൂടിയുണ്ട് വോൾട്ട് പെർ മീറ്റർ. കൂളംബ് എന്ന് പറഞ്ഞ ഇലക്ട്രിക് ചാർജിന്റെ യൂണിറ്റ് ആണ്. കിട്ടിയോ? 18ാമത്തെ ചോദ്യം. ഹൗ ഈസ് ദ കലോറിഫിക് വാല്യൂ ഓഫ് എ ഫ്യൂവൽ ഈസ് എക്സ്പ്രസ്ഡ്? RRB സ്റ്റാഫിനേറ്റ് 2019 എക്സാം ക്വസ്റ്റ്യൻ ആണ്. കിലോമീറ്റർ പെർ കിലോഗ്രാം, കിലോ ജൂൾസ് പെർ കിലോഗ്രാം, കിലോ വാട്ട് പെർ കിലോഗ്രാം, കിലോ ന്യൂട്ടൺ പെർ ന്യൂട്ടൺ പെർ കിലോഗ്രാം. സോ കലോറിഫിക് വാല്യൂ. കലോറിഫിക് വാല്യൂ എന്ന് പറഞ്ഞാൽ ഒരു ഫ്യൂവൽ കത്തിത്തീരുമ്പോൾ, പൂർണ്ണമായിട്ടും കത്തിത്തീരുമ്പോൾ റിലീസ് ചെയ്യപ്പെടുന്ന ഹീറ്റ് എനർജിയുടെ അളവാണ് അതിന്റെ കലോറിഫിക് വാല്യൂ എന്ന് പറയുന്നത്. സോ ഈ കലോറിക് വാല്യൂ എക്സ്പ്രസ് ചെയ്യുന്ന യൂണിറ്റ് എന്ന് പറയുന്നത് കിലോ ജൂൾസ് പെർ കിലോഗ്രാം ആണ് കേട്ടോ. കിലോ ജൂൾസ് പെർ കിലോഗ്രാം ആണ്. സോ ഒരു ഫ്യൂവല് കത്തിത്തീരുമ്പോൾ റിലീസ് ചെയ്യപ്പെടുന്ന ഹീറ്റ് എനർജിയുടെ അളവാണ് കലോറിഫിക് വാല്യൂ എന്ന് പറയുന്നത്. അതിന്റെ യൂണിറ്റ് എന്ന് പറയുന്നത് കിലോ ജൂൾസ് പെർ കിലോഗ്രാം ആണ്. സോ ഓപ്ഷൻ ബി ആണ് റൈറ്റ് ആൻസർ എന്ന് പറയുന്നത് കേട്ടോ. ക്ലിയർ ആണോ? യെസ്. അടുത്ത ചോദ്യം
19ാമത്തെ ചോദ്യം. The loudness or softness of a sound is basically determined by its RRB staff nurse 2019 എക്സാം ക്വസ്റ്റ്യൻ ആണ്. ഫേസ്, ഓസിലേഷൻ, ടൈം പീരീഡ്, ആംപ്ലിറ്റ്യൂഡ്. ഏതാണ് ആൻസർ? ലൗഡ്നെസ് ഓർ സോഫ്റ്റ്നെസ് ഓഫ് എ സൗണ്ട് ഈസ് ബേസിക്കലി ഡിറ്റർമിൻഡ് ബൈ ഇറ്റ്സ്. സോ ലൗഡ്നെസ് ഓർ സോഫ്റ്റ്നെസ് പറയുന്ന ആംപ്ലിറ്റ്യൂഡ് എന്ന് പറയുന്നത് അല്ലെ. എന്റെ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ ഡി ആണ്. ദാറ്റ് ഇസ് ആംപ്ലിറ്റ്യൂഡ്. ഓപ്ഷൻ ഡി ആംപ്ലിറ്റ്യൂഡ് ആണ്. ഓക്കെ ആണോ? ഓപ്ഷൻ ഡി ആണ്. ദാറ്റ് ഇസ് ആംപ്ലിറ്റ്യൂഡ് ആണ്. 20ാമത്തെ ചോദ്യം. ലെൻസ് വിച്ച് ഇസ് തിക്കർ ഇൻ ദ മിഡിൽ than at the edges are called. RRB staff nurse എക്സാം ക്വസ്റ്റ്യൻ ആണ്. 2019 എക്സാം ക്വസ്റ്റ്യൻ ആണ്. പ്ലെയിൻ മിറർ, ബൈകോൺകേവ് ലെൻസ്, കോൺവെക്സ് ലെൻസ്, കോൺകേവ് ലെൻസ്. ലെൻസ് വിച്ച് ഇസ് തിക്കർ ഇൻ ദ മിഡിൽ അല്ലെ. നമ്മൾ നേരത്തെ പഠിച്ചു കോൺകേവ് ലെൻസ് എന്ന് പറയുന്നത് കുഴിഞ്ഞാണ് ഇരിക്കുന്നത്, സെന്ററിലേക്ക് ഫേസ് ചെയ്യാൻ അല്ലെ. ഇന്ന് നമ്മൾ പറയുന്നത് എന്താണ്? ലെൻസ് വിച്ച് ഇസ് തിക്കർ ഇൻ ദ മിഡിൽ. മിഡിൽ ഭാഗം തിക്കർ ഏതാണെന്നാണ് ക്വസ്റ്റ്യൻ. മിഡിൽ ഭാഗത്ത് തിക്കർ ആയിട്ട് വരുന്നത് ഏതാണ്? ദാറ്റ് ഇസ് കോൺവെക്സ് ലെൻസ് ആണ്. കോൺവെക്സ് ലെൻസ് ആണ്. സോ ഇതാണ് കോൺവെക്സ് ലെൻസ്, ഇത് കോൺകേവ് ലെൻസ് ആണ്. സോ മിഡിൽ ഭാഗം തിക്കർ ആയിട്ട് വരുന്നത് കോൺവെക്സ് ലെൻസ് ആണ്. അതിന്റെ അല്ലെങ്കിൽ കൺവേർജന്റ് ലെൻസ് ആണ്. അതിന്റെ പവർ എന്ന് പറയുന്നത് പോസിറ്റീവ് ആണ്. കോൺകേവ് ലെൻസിന്റെ പവർ നെഗറ്റീവ് ആണ്, ഡൈവേർജന്റ് ലെൻസ്. ക്ലിയർ അല്ലേ? യെസ്, തെറ്റിപ്പോകരുത്. സോ 20 ചോദ്യം പഠിച്ചു. 21ാമത്തെ ചോദ്യം. മെറ്റൽസ് പ്രൊഡ്യൂസ് റിംഗിങ് സൗണ്ട്സ് ദേ ആർ സെറ്റ് ടു ബി. ഞാൻ ഓൾറെഡി പറഞ്ഞു, നമ്മൾ 4 പ്രോപ്പർട്ടീസ്, ഓരോ മെറ്റൽസിന്റെ 4 പ്രോപ്പർട്ടീസ് നമ്മൾ പഠിച്ചിരുന്നു. ഓപ്ഷൻ എ ഡക്റ്റൈൽ, ഓപ്ഷൻ ബി മാലിയബിൾ, ഓപ്ഷൻ സി ലസ്ട്രസ്, ഓപ്ഷൻ ഡി സോണോറസ്. ഡക്റ്റൈൽ എന്ന് പറഞ്ഞാൽ സ്ട്രെച്ച് ചെയ്യാനുള്ള എബിലിറ്റി ആണ്. മാലിയബിൾ എന്ന് പറഞ്ഞാൽ നമ്മൾ അടിച്ചു പരത്തി തിൻ ഷീറ്റുകളായിട്ട് മാറ്റാൻ കഴിവാണ്. ലസ്ട്രസ് എന്ന് പറഞ്ഞാൽ ഷൈനിങ് പ്രോപ്പർട്ടിയാണ്. സോണോറസ് എന്ന് പറഞ്ഞാൽ എന്താണ്? റിംഗിങ് സൗണ്ട് പ്രൊഡ്യൂസ് ചെയ്യാനുള്ള കഴിവാണ്. സ്ട്രക്ക് ചെയ്യുന്ന സമയത്ത് നല്ല റിംഗിങ് സൗണ്ട്സ് പ്രൊഡ്യൂസ് ചെയ്യും. ആ പ്രോപ്പർട്ടി വിളിക്കുന്ന പേരാണ് സോണോറസ്. ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ ഡി സോണോറസ് ആണ്. നോക്ക് എത്ര ചോദ്യം റിപ്പീറ്റ് ചെയ്യുന്നു. ഡക്റ്റാലിറ്റി, മാരിയബിലിറ്റി എല്ലാ ക്വസ്റ്റ്യൻ ചോദിക്കുന്നുണ്ട്. 22ാമത്തെ ചോദ്യം. The number of complete oscillations per unit time. Oscillations per unit time. That is ഏതാണ്? അതിന്റെ ഫ്രീക്വൻസി ആണ്. RRB സ്റ്റാഫ് നേഴ്സ് 2019 ചോദ്യമാണ്. Number of complete oscillations per unit time is called frequency. ഫ്രീക്വൻസിയുടെ യൂണിറ്റ് എന്ന് പറയുന്നത് എന്താണ്? ഹെഡ്സ് ആണ് അല്ലെ. ഹെഡ്സ് ഹെഡ്സ് ആണ്. കിട്ടിയോ? The number of complete oscillations per unit time എന്ന് പറയുന്നത് ഫ്രീക്വൻസി ആണ്. ഡൗട്ടില്ലല്ലോ ആർക്കും? യൂണിറ്റ് എന്ന് പറയുന്നത് ഹെഡ്സ് ആണ്. 23ാമത്തെ ചോദ്യം. സോറി, SI യൂണിറ്റ് ഓഫ് റെസിസ്റ്റൻസ് ഈസ്. യൂണിറ്റ് ഓഫ് റെസിസ്റ്റൻസ് ഓൾറെഡി ഞാൻ പറഞ്ഞത് തന്നെയാണ്. റെയിൽവേ RRB ഗ്രൂപ്പ് ഡി 2018 എക്സാം ക്വസ്റ്റ്യൻ ആണ്. കൂളോംബ്, ന്യൂട്ടൺ, ഓം, ജൂൾ. റെസിസ്റ്റൻസിന്റെ യൂണിറ്റ് എന്ന് പറയുന്നത് ഏതാണ്? റെസിസ്റ്റൻസ് ഓം ആണ് അല്ലെ. ഓമിന്റെ സിമ്പിൾ നിങ്ങൾക്ക് അറിയാമല്ലോ, ഇതാണ് ഓം. സോ റെസിസ്റ്റൻസിന്റെ യൂണിറ്റ് ഓം ആണ്. ജൂൾ എന്ന് പറയുന്നത് ഹീറ്റ് അല്ലെ. എനർജി ഓർ വർക്ക് ആണ്. ന്യൂട്ടൺ എന്ന് പറയുന്നത് ഫോഴ്സിന്റെ യൂണിറ്റ് ആണ്. കൂളോംബ് എന്ന് പറയുന്നത് ഇലക്ട്രിക് ചാർജിന്റെ യൂണിറ്റ് ആണ്. കൂളോംബ് ഇലക്ട്രിക് ചാർജ്. കൂളോംബ് ഇലക്ട്രിക് ചാർജ്, ന്യൂട്ടൺ ഫോഴ്സ് അല്ലെങ്കിൽ വെയിറ്റ്, രണ്ടിന്റെ യൂണിറ്റ് ന്യൂട്ടൺ തന്നെയാണ്. ഓം എന്ന് പറയുന്ന റെസിസ്റ്റൻസിന്റെ യൂണിറ്റ് ആണ്. ഓമിന്റെ സിമ്പൽ ഓർത്തുകൊള്ളുക. ജൂൾ എന്ന് പറയുന്ന എനർജി അല്ലെങ്കിൽ വർക്കിന്റെ യൂണിറ്റ്. ഇതെല്ലാം പ്രീവിയസ് ക്വസ്റ്റ്യൻസ് അല്ലെ. യെസ്. 24ാമത്തെ ചോദ്യം. അതും RRB ഗ്രൂപ്പ് ഡി 2018 എക്സാം ചോദ്യമാണ്. നെഗറ്റീവ് ആക്സലറേഷൻ ഈസ് ഇൻ ദ ഓപ്പോസിറ്റ് ഡയറക്ഷൻ ഓഫ് വെലോസിറ്റി, ഫോഴ്സ്, മൊമെന്റം, ഡിസ്റ്റൻസ്. നെഗറ്റീവ് ആക്സിലറേഷൻ
നെഗറ്റീവ് ആക്സിലറേഷൻ എന്ന് പറയുന്നത് എന്തായിരിക്കും? നെഗറ്റീവ് ആക്സിലറേഷൻ വിളിക്കുന്ന പേരാണ് ഡിസിലറേഷൻ. നെഗറ്റീവ് ആക്സിലറേഷൻ വിളിക്കുന്ന പേരാണ് ഡിസിലറേഷൻ അല്ലെങ്കിൽ റിട്ടാർഡേഷൻ എന്നും പറയാം. സോ ഡിസിലറേഷൻ, ആക്സിലറേഷൻ കുറയുന്നു. ആക്സിലറേഷൻ നമുക്കറിയാം, ആക്സിലറേഷൻ ചേഞ്ച് ഇൻ വെലോസിറ്റി ആണ് അല്ലെ? വേഗത കൂടുകയാണ്, വെലോസിറ്റി കൂടുന്നതാണ് ആക്സിലറേഷൻ. സോ നെഗറ്റീവ് ആക്സിലറേഷൻ അല്ലെങ്കിൽ ഡിസിലറേഷൻ എന്ന് പറയുന്നതാണ് വെലോസിറ്റി കുറയുന്നു എന്നാണ്, വെലോസിറ്റി ഡിക്രീസ് ചെയ്യുന്നു എന്നാണ്. സോ ഇറ്റ് ഈസ് ഓപ്പോസിറ്റ് ഡയറക്ഷൻ ഓഫ് വെലോസിറ്റി ആണ്. ചേഞ്ച് ഇൻ വെലോസിറ്റി ആണ് ആക്സിലറേഷൻ. ആക്സിലറേഷൻ വെലോസിറ്റി കൂടുന്നതാണ്. ആക്സിലറേഷൻ കുറയുന്നതിനെ നമ്മൾ നെഗറ്റീവ് ആക്സിലറേഷൻ വിളിക്കുന്നത് ഡിസിലറേഷൻ എന്നുമാണ്. ഡിസിലറേഷൻ എന്ന് പറയുന്നത് വെലോസിറ്റി കുറയുകയാണ് ചെയ്യുന്നത്, വേഗത കുറയുകയാണ്, ഡിക്രീസ് ഇൻ വെലോസിറ്റി ആണ്. സോ നെഗറ്റീവ് ആക്സിലറേഷൻ എന്ന് പറഞ്ഞാൽ ദിസ് ഓപ്പോസിറ്റ് ഡയറക്ഷൻ ഓഫ് വെലോസിറ്റി ആണ്. വെലോസിറ്റി കുറയുകയാണ്. ക്ലിയർ ആണോ? യെസ്, ഓപ്ഷൻ എ ആണ് ആൻസർ. 25ാമത്തെ ചോദ്യം. The kinetic energy possessed by an object of mass m and moving with a uniform velocity v is RRB Staff Nurse 2019 എക്സാം ക്വസ്റ്റ്യൻ ആണ്. ഹാഫ് എം വി സ്ക്വയർ എം വി 1/4 എം വി സ്ക്വയർ എം വി സ്ക്വയർ. ഏതാണ് ആൻസർ? കൈനറ്റിക് എനർജി കണ്ടുപിടിക്കാനുള്ള ഫോർമുല എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് തന്നെ പറയാം, ഹാഫ് എം ഇൻറ്റു വി സ്ക്വയർ. ഹാഫ് എം ഇൻറ്റു വി സ്ക്വയർ വെലോസിറ്റിയുടെ സ്ക്വയർ ആണ്. ഇനി നമ്മൾ അടുത്ത ക്ലാസ്സിൽ ഇതിന്റെ പ്രോബ്ലം ചെയ്യും. അതുപോലെ വെലോസിറ്റി 2 മടങ്ങായാൽ കൈനറ്റിക് എനർജിക്ക് എന്ത് ചേഞ്ച് ഉണ്ടാകും, അങ്ങനെയൊക്കെ പറഞ്ഞിട്ടുള്ള ക്വസ്റ്റ്യനുകളെല്ലാം പ്രീവിയസ് എക്സാം ക്വസ്റ്റ്യൻ നമ്മൾ അടുത്ത ക്ലാസ്സിൽ വർക്ക്ഔട്ട് ചെയ്യും. ഓക്കെ ആണോ? ആൻസർ എന്ന് പറയുന്നത് ഹാഫ് എം ബി സ്ക്വയർ ആണ്. സോ 26ാമത്തെ ചോദ്യം പോലുള്ള ക്വസ്റ്റ്യൻസ് നമുക്ക് അടുത്ത ക്ലാസ് ആയിട്ടാണ്. കാരണം ഒത്തിരി ആയി, 25 ക്വസ്റ്റ്യൻ ആയപ്പോൾ തന്നെ എനിക്കറിയാം ഒരു 100ലധികം ചോദ്യങ്ങൾ പഠിച്ചു അല്ലെ? ഇന്നത്തെ ക്ലാസ് നമുക്ക് 25 ക്വസ്റ്റ്യൻ മതി. നമുക്ക് അടുത്ത വീഡിയോ ആയിട്ട് നമുക്ക് അടുത്ത 25 ക്വസ്റ്റ്യൻ നമുക്ക് വർക്ക്ഔട്ട് ചെയ്ത് പഠിക്കണം. സോ 25 ചോദ്യങ്ങളും നിങ്ങൾക്ക് നന്നായിട്ട് മനസ്സിലായി എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അതിലൊന്നും ഒരു 100ലധികം പ്രീവിയസ് ക്വസ്റ്റ്യൻസ് നമ്മൾ പഠിച്ചു. ഫിസിക്സ് നിങ്ങൾക്ക് പഠിക്കാൻ ഇപ്പൊ കുറച്ചുകൂടി കോൺഫിഡന്റ് ആയെന്ന് വിശ്വസിക്കുന്നു. ഞാൻ ഉറപ്പ് പറയാണ്, 12 യൂണിറ്റ് കൃത്യമായിട്ട് തിയറിയും അതിന്റെ പ്രാക്ടീസ് ക്വസ്റ്റ്യൻസ് നിങ്ങൾ വർക്ക്ഔട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഉറപ്പായിട്ടും നിങ്ങൾ ഫിസിക്സിലെ 3 മാർക്ക് അല്ലെങ്കിൽ 4 മാർക്ക് ചോദിച്ചാൽ ഉറപ്പായിട്ടും നിങ്ങൾക്ക് അത് ഏത് എക്സാം ആകട്ടെ, നേഴ്സിംഗ് സൂപ്രണ്ടോ റേഡിയോഗ്രാഫറോ EG ടെക്നീഷ്യനോ എക്സ്റേ ആണെങ്കിലും ഡയറ്റീഷ്യനോ ഹെൽത്ത് ഇൻസ്പെക്ടർ, ഏത് കോഴ്സ് ആണെങ്കിലും ഏത് പോസ്റ്റ് ആണെങ്കിലും നിങ്ങൾക്ക് അതിന്റെ മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും. അത് ഞാൻ ഉറപ്പ് തരികയാണ്. സോ നിങ്ങൾക്ക് അത് നന്നായിട്ട് മനസ്സിലാവുന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. കാരണം നമ്മൾ ഹൈസ്കൂളിൽ പഠിച്ച കാര്യങ്ങൾ തന്നെ ഒന്ന് റിവ്യൂ ചെയ്യുക മാത്രമേ ഉള്ളൂ. സോ നിങ്ങൾക്ക് നന്നായിട്ട് പ്രയോജനപ്പെടുന്നു എന്ന് വിശ്വസിക്കുന്നു. സോ എല്ലാവരും ഈ ചോദ്യങ്ങളെല്ലാം എഴുതിയെടുക്കണം. അതുപോലെ എക്സ്ട്രാ പോയിന്റുകൾ നമ്മൾ ഓരോ ചോദ്യത്തിലും പറഞ്ഞ എക്സ്ട്രാ പോയിന്റുകൾ എല്ലാം പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ആണ്. ഇതെല്ലാം നോട്ടിൽ എഴുതിയെടുത്ത് തന്നെ പഠിക്കുക. സോ ആത്മാർത്ഥമായിട്ട് പഠിക്കുക. സോ ക്ലാസ്സുകൾ ഉറപ്പായിട്ട് നിങ്ങൾക്ക് പ്രയോജനപ്പെടുന്നുണ്ട്. ഉറപ്പായിട്ട് നിങ്ങൾ ക്ലാസ്സിൽ നിന്ന് ലൈക്ക് ചെയ്യുക. അതുപോലെ നിങ്ങൾക്ക് ക്ലാസ്സിൽ നന്നായിട്ട് മനസ്സിലാവുന്നത് പ്രയോജനപ്പെടുന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ട് നിങ്ങൾ കമന്റ് ചെയ്യുക. സോ നമുക്ക് കൂടുതൽ ക്ലാസ്സുകൾ അപ്ലോഡ് ചെയ്യാനുള്ള പ്രചോദനമാകും. സോ ഇനിയും നമ്മുടെ ചാനൽ 50% ക്ലാസ്സുകൾ അറ്റൻഡ് ചെയ്യുന്ന 10 പേര് പോലും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല. അതുപോലെ നിങ്ങൾ നോട്ടിഫിക്കേഷൻ ഇനേബിൾ ചെയ്ത് നിങ്ങൾക്ക് ഓരോ ക്ലാസ് അപ്ലോഡ് ചെയ്യുന്ന തന്നെ മെസ്സേജ് നോട്ടിഫിക്കേഷൻ മെസ്സേജ് വരുന്നതാണ്. എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഉറപ്പായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ക്ലാസ്സിൽ പറയുന്നത് ഉറപ്പായിട്ടും നിങ്ങൾ അത് കമന്റ് ചെയ്യാം. നിങ്ങൾക്ക് അതുപോലെ ഇനി ക്ലാസ് എടുക്കേണ്ട ടോപ്പിക്കുകൾ നിങ്ങൾ കമന്റ് ചെയ്യാം. സോ ഇപ്പൊ ഈ ക്ലാസ് ഇപ്പൊ എടുക്കുന്ന സമയം എത്രയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 3:20 ഏർലി മോർണിംഗ് 3:20. അപ്പൊ നിങ്ങൾക്ക് അത്രയും ആത്മാർത്ഥമായിട്ട് ഞങ്ങൾ ക്ലാസ്സുകൾ അപ്ലോഡ് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്. റെഗുലർ ക്ലാസ്സിനോടൊപ്പമാണ് എക്സ്ട്രാ ബാക്കി ടൈമിലാണ് ഈ ക്ലാസ്സുകളൊക്കെ അപ്ലോഡ് ചെയ്യുന്നത് അല്ലെ? നമ്മുടെ റെയിൽവേയുടെ മാച്ചും DMEയുടെ മാച്ചും ഒക്കെ ലൈവ് ക്ലാസ്സുകൾ നടക്കുന്നുണ്ട് എല്ലാ ദിവസവും. അപ്പൊ അത് കഴിഞ്ഞിട്ട് വേണം നിങ്ങൾക്ക് വേണ്ടിയുള്ള ക്ലാസ്സുകളും കൂടി യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യാനായിട്ട്. അപ്പോൾ ഇത്രയും എഫർട്ട് എടുത്താണ് ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്നത്. സോ അത് ഉറപ്പായിട്ട് നിങ്ങൾക്ക് പ്രയോജനപ്പെടുന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ നിങ്ങളുടെ ഫ്രണ്ട്സിന് വേണ്ടി ഷെയർ റെയിൽവേ എക്സാം ആയിട്ട് പ്രിപ്പയർ ചെയ്യുന്നത് ഉറപ്പായിട്ട് ഷെയർ ചെയ്ത് കൊടുക്കുക. അതുപോലെ നിങ്ങൾ പരമാവധി ക്ലാസ് പ്രയോജനപ്പെടുത്തുക. നിങ്ങൾക്ക് ഉറപ്പായിട്ടും നല്ല മാർക്കുകൾ സ്കോർ ചെയ്യാൻ ഇത് ഉറപ്പായിട്ട് സഹായിക്കും. അത്രമാത്രം ഞങ്ങൾ റിസർച്ച് ചെയ്തിട്ട് തന്നെയാണ് ഈ കണ്ടന്റുകൾ അപ്ലോഡ് ചെയ്യുന്നത്, സോ ക്ലാസ് എടുക്കുന്നത്. സോ നിങ്ങൾ പരമാവധി പ്രയോജനപ്പെടുത്തുക. നിങ്ങളുടെ വിജയത്തിൽ ഞങ്ങൾക്കും ഒരു ഭാഗമാകാൻ കഴിയട്ടെ അത് ഞങ്ങൾ ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുന്നു. അതുപോലെ ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട്. സോ നന്നായിട്ട് നിങ്ങൾ ക്ലാസ്സിൽ പഠിക്കുക, നന്നായിട്ട് ആത്മാർത്ഥത്തിൽ പ്രിപ്പയർ തന്നെ എക്സാം എഴുതുക കേട്ടോ.
അതുപോലെ ഇനിയും റെയിൽവേ നഴ്സിംഗ് ഓഫീസർ എക്സാം ബാച്ചിൽ ജോയിൻ ചെയ്യാൻ ആരെങ്കിലും ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ സമയം വളരെ കുറവാണ്. എത്രയും വേഗം ജോയിൻ ചെയ്ത് ആത്മാർത്ഥമായിട്ട് പഠിച്ചു തീർക്കുക. കംപ്ലീറ്റ് നഴ്സിംഗ് സബ്ജക്ട്സും നോൺ നഴ്സിംഗ് സബ്ജക്ട്സും ഒരുപോലെ കംപ്ലീറ്റ് ചെയ്തിട്ട് മാത്രമേ റെയിൽവേ എക്സാം അറ്റൻഡ് ചെയ്യാൻ പോകാവൂ. ഇങ്ങനെയാണെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങൾക്ക് നല്ല റിസൾട്ടുകൾ നേടിയെടുക്കാൻ പറ്റും. അതുകൊണ്ട് തന്നെ നമ്മുടെ DMV ബാച്ചിന്റെ പുതിയ ബാച്ച് ഒക്ടോബർ ആദ്യ ആഴ്ചകളിൽ ആരംഭിക്കുകയാണ്. അതിനും ജോയിൻ ചെയ്യാൻ ആഗ്രഹിക്കുന്നത് ഉറപ്പായിട്ടും ജോയിൻ ചെയ്ത് പഠിക്കുക. സോ ആത്മാർത്ഥമായിട്ട് പ്രിപ്പയർ ചെയ്യുന്നവർക്ക് വിജയം നിങ്ങളുടെ കൂടെ തന്നെ ഉണ്ടാകും. സോ അതിന് ഞങ്ങൾക്ക് നിങ്ങളുടെ ഭാഗമാകാൻ കഴിയട്ടെ. ഓൾ ദ ബെസ്റ്റ്.